ഇത് ട്രൈ ഔട്ട് ഫെയിൽ ആവുമോ, ആൾക്കാരെന്ത് വിചാരിക്കും, ഇതൊക്കെയാണ് ആ പേടി എല്ലാവർക്കും ഉണ്ട്. എന്താണ് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ എക്സാക്ട് പ്രോബ്ലം? അവർ കരിയർ ലെവൽ ചെയ്യാൻ അല്ലെങ്കിൽ പുതിയ കാര്യം പഠിക്കാൻ ഒരു പൊസിഷനിൽ എത്താൻ തടസ്സമായിട്ട് എടുക്കുന്നത് എന്തൊക്കെയാണ്? ചാടി കയറിയൊരു കോഴ്സ് എടുക്കും, ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മൂവ് ആകുമ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവാതെ നമുക്ക് പറ്റിയ പണിയല്ല എന്നുള്ളത്. നമ്മൾ അങ്ങോട്ട് പോയിട്ട് ചോദിക്കണം, പുതിയ ഐഡിയാസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക, ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് എങ്ങനെയില്ല. നമ്മളായിട്ട് കുറച്ച് ഒരു സ്റ്റെപ്പ് മുന്നോട്ടിട്ടാൽ മാത്രമേ ഉള്ളൂ ഇതിൽ ഗ്രോത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. കുറേ ക്ലയൻസ് ഒക്കെ മൊത്തം കുറേയൊക്കെ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. പക്ഷെ അതങ്ങനെയാണ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ, വേറൊരു മെത്തേഡും ഇല്ല. സോ ഫിയാസ്, ഇന്നത്തെ നമ്മളെ ടോപ്പിക് എന്താ വെച്ചാൽ, എന്താണ് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ എക്സാക്ട് പ്രോബ്ലം? അവർ കരിയർ ലെവൽ ചെയ്യാൻ അല്ലെങ്കിൽ പുതിയ കാര്യം പഠിക്കാൻ ഒരു പൊസിഷനിൽ എത്താൻ തടസ്സമായിട്ട് എടുക്കുന്നത് എന്തൊക്കെയാണ്? ഇതാണ് നമ്മളുടെ ടോപ്പിക്. അപ്പം എൻ്റെ പെർസ്പെക്റ്റീവ് ഞാൻ പറഞ്ഞു തുടങ്ങാം. സോ ബേസിക്കലി എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, നമ്മളെ സ്റ്റുഡൻസിന് സർഫസ് ലെവലിൽ നോളജ് ഉണ്ട്. അതായത് ഇപ്പം അവർക്ക് ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് ഓരോ സ്കിൽസ് പഠിക്കാം. പ്രോഗ്രാമിങ്, വീഡിയോ എഡിറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ്, യൂട്യൂബ് ഡിസൈനിങ്, എന്ത് വേണം പഠിക്കാം. റൈറ്റ്, ജസ്റ്റ് യൂട്യൂബ് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഗൂഗിളിലെ ഫ്രീ കോഴ്സ് ഉണ്ട്, പിന്നെ ഹാർവാർഡിൻ്റെ വരെ ഫ്രീ കോഴ്സ് ഉണ്ട് കോഡിങ്ങിൻ്റെ ഒക്കെ. പക്ഷേ നമ്മളെ സ്റ്റുഡൻസിൻ്റെ ഇഷ്യൂ എന്താ വെച്ചാൽ, ആ ഒരു സർഫസ് ലെവൽ വരെ ഇവർക്ക് നോളജ് ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് എന്താ നടക്കണമെന്ന് ഇവർക്ക് അറിയില്ല. അതായത് ഡീഫോൾട്ടായിട്ട് നമ്മളെ സ്റ്റുഡൻസിൻ്റെ മൈൻഡിലുള്ളത് അതായത് എന്താണ്, ലൈക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുക, ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യുക, ഒരു ജോബ് കയറുക, ആ ജോബിൽ തുടരുക. പക്ഷെ അതിലൊരു റോങ് ആയിട്ടൊരു കാര്യമില്ല. പക്ഷേ അത് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ആ ഒരു ബോക്സിൽ നമ്മൾ പെട്ടുവാണ്. അതിൻ്റെ ഇൻഡസ്ട്രിയിൽ എന്താണ് നടക്കണമെന്ന് എക്സാക്ട്ലി അറിയാൻ പറ്റില്ല. റൈറ്റ്, അതെനിക്ക് തോന്നുന്നു ലൈക്ക് നമ്മൾ പണ്ടോട്ടെ സ്കൂൾസിലൊക്കെ വന്ന ഒരു അപ്രോച്ച് ഉണ്ടായിരിക്കും. കാരണം സ്കൂൾസിൽ നമുക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റില്ല, അതേ സെയിം സിലബസ് ഫോളോ ചെയ്യണം. പക്ഷേ ഇപ്പം ഒരു ഫ്രീലാൻസർ നോക്കുകയാണെങ്കിൽ ഫ്രീലാൻസർ വർക്ക് ചെയ്യുക, ലൈക്ക് ഫ്രീലാൻസർക്ക് ഒബ്വിയസ്ലി വർക്ക് ഇടണം. അപ്പോൾ ആളൊരു കറക്റ്റ് ഒരു സിലബസോ കാര്യങ്ങളോ ഇല്ല. റൈറ്റ്, ആൾ കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്യും. ടിപ്പിക്കലി ഫ്രീലാൻസർ എന്ന് പറയുമ്പോൾ സർവീസ് സെല് ചെയ്യുന്ന ആളായിരിക്കും. അപ്പോൾ ആൾ തന്നെ ക്ലയൻറ്റുമായിട്ട് അപ്പോയിൻമെൻറ്റ് സെറ്റ് ചെയ്യണം, കോൾ ചെയ്യണം, മീറ്റിംഗ്സ് എടുക്കണം. മീറ്റിംഗ്സ് കുറേയൊക്കെ കൊളാവും, പിന്നെ ഇമ്പ്രൂവ് ചെയ്യണം. പിന്നെ ഇൻഡസ്ട്രിയിലേക്ക് ക്ലയൻസിന് എന്താ വേണ്ടതെന്ന് നോക്കണം. മാക്സിമം ക്ലയൻസ് എന്താ ഡിമാൻഡ് ചെയ്യണമെന്ന് നോക്കണം. അതായത് ഫ്രീലാൻസറോ കമ്പനി റൺ ചെയ്യുന്നോ ആരെങ്കിലും ആവട്ടെ. അപ്പം ഇവരെ ഇൻസൈറ്റും ലൈക്ക് സ്റ്റുഡൻസ് ഒന്നും ട്രൈ ചെയ്യാത്ത സ്റ്റുഡൻസ് ഇൻസൈറ്റ്സും വേറെയാണ്. റൈറ്റ്, അപ്പം അതാണ് ലൈക്ക് ഇപ്പോൾ സപ്പോസ് ഒരു സ്റ്റുഡൻറ്റ് ഒരു ജോബ് കയറിയെന്ന് വിചാരിച്ചോ. പക്ഷേ എന്തെങ്കിലും റീസൺ കൊണ്ട് ആ പർട്ടിക്കുലർ കമ്പനി ആൾക്കാരെ ഫയർ ചെയ്തു. സാധാരണ നടക്കണല്ലേ വലിയ കമ്പനീസിലും ചെറിയ കമ്പനീസിലൊക്കെ. അപ്പോൾ എല്ലാവരും സ്റ്റക്കാവും. അങ്ങനെ സ്റ്റക്കാവാൻ പാടില്ല. ആ ഇൻസൈറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റക്കാവില്ല. നമുക്ക് ഫ്രീലാൻസ് ആയിട്ട് ഓപ്പർച്യൂണിറ്റി നോക്കാം, അല്ലെങ്കിൽ വേറെ ക്ലയൻസിന് നമുക്ക് പിച്ച് ചെയ്യാം, വേറെ ഓർഗനൈസേഷനിൽ കയറാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് സർഫേസ് ലെവൽ, അതായത് ഏറ്റവും മേലെ എന്താണുള്ളത് അത് മാത്രമേ അറിയുള്ളൂ. അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, ബാക്കെൻഡിൽ എന്താ നടക്കുന്നത്, ആ കാര്യങ്ങൾ അറിയില്ല. അതൊന്ന് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ മാർക്കറ്റ് എന്താ ഡിമാൻഡ് ചെയ്യണമെന്ന് അറിയില്ല. അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ആളാൻ പറ്റുള്ളൂ. റൈറ്റ്, അപ്പം അതായത് ഇപ്പം ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനർ, ഒരു റൂമിൽ ഇപ്പം 10 ഡിസൈനേഴ്സ് ഉണ്ട് വിചാരിക്കുക. ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ കമ്പനി എന്നിട്ട് പറയാണ്, നമുക്ക് ഇവനെ തന്നെ അല്ലേ ഇവിടെ തന്നെ മതി എന്ന് പറയണമെങ്കിൽ ഒരു റീസൺ ഉണ്ടാവില്ല. അത് അവരുടെ ഡിമാൻഡ്, ലൈക്ക് അവർ എക്സ്പെക്ട് ചെയ്യുന്ന അത് മീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ആ ഒരു ഇൻസൈറ്റാണ് നമ്മൾ സ്റ്റുഡൻസിന് ഇല്ലാത്തത്. ഇത് വരാത്ത റീസൺ എന്താ വെച്ചാൽ, നമുക്ക് ഈ സ്കില്ല് മാത്രമേ അറിയുള്ളൂ. റൈറ്റ്, സ്കില്ല് ആർക്ക് വേണമെങ്കിലും പഠിച്ചെടുക്കാം, ജസ്റ്റ് ഗൂഗിൾ മാത്രം മതി. പക്ഷേ ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യണം, ആർക്കൊക്കെ എന്തൊക്കെ പ്രോബ്ലം സോൾവ് ചെയ്യണം, ഇതറിയില്ല. അതായത് ടിപ്പിക്കലി നമ്മൾ സ്കില്ലല്ല സെല് ചെയ്യേണ്ടത്, നമ്മൾ ഈ സ്കില്ല് കൊണ്ട് ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ബെനിഫിറ്റിനാണ് നമ്മൾ സെല് ചെയ്യേണ്ടത്, വിൽക്കേണ്ടത്. ഇവിടെയാണ് നമുക്ക് കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവും. അതായത് ഒരു കമ്പനിക്ക് വരുമ്പോൾ നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റണം, എൻ്റെ സ്കിൽസ് ഇതൊക്കെയാണ്, എൻ്റെ എക്സ്പെർട്ടീസ് ഇതൊക്കെയാണ്, ഞാൻ ഇത്ര പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ട്, അപ്പം ഞാനിവിടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വന്നിട്ടുള്ളത്, നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ട്, അപ്പോൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് ഞാൻ ഇത്ര സാലറി അല്ലെങ്കിൽ വാട്ട് എവർ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് ഡിമാൻഡ് ചെയ്യാൻ പറ്റണം. ഇങ്ങനെ ഡിമാൻഡ് ചെയ്യാൻ പറ്റാത്ത റീസൺ എന്താ വെച്ചാൽ, ഇൻസൈറ്റ് ഇല്ല. അതായത് സ്കില്ല് മാത്രം അവിടെ ഇവിടെ അറിയാം, പക്ഷേ ഡെപ്ത് ആയിട്ട് അറിയില്ല. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. ഇപ്പോൾ UX ആണെങ്കിലും ഗ്രാഫിക് ഡിസൈനിങ് ആണെങ്കിലും അവർക്ക് എത്തിപ്പെടാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം കുറവാണ്. ലൈക്ക് ഈ ഒരു കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഔട്ട് സൈഡിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ലൈക്ക് കുറേ കമ്പനീസ് അവർക്ക് ഒന്നുകൂടി വൈഡാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുറേ സ്റ്റെക്ക് അങ്ങനെ വരുന്നുണ്ട്.
അതായത് സ്റ്റുഡൻസിന് എക്സ്പോഷർ കിട്ടുന്നില്ല. അതായത് ഇപ്പം പുറത്തൊക്കെ ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ കുറേ ഇഷ്ടംപോലെ ഇവന്റ്സ് ഉണ്ടാവും, പരിപാടിയൊക്കെ ഉണ്ടാവും. ശരിക്കും ഇവിടെ കേരളത്തിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്, മെല്ലെ മെല്ലെ വരുന്നുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഞാൻ 2020 19-20 ആ സമയത്ത് 20ലേക്ക് കടക്കുന്ന സമയത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ ആ സമയത്തൊന്നും ഇവിടെ ഗ്രാഫിക് ഡിസൈനിങ് അറിയാം, UX ഒന്നും അറിയില്ല. ഗ്രാഫിക് ഡിസൈനും ട്രഡീഷണൽ ആയിട്ട് പോസ്റ്റർ ഡിസൈനിങ് മാത്രമേ അറിയുള്ളൂ, അല്ലാണ്ട് ബ്രാൻഡിങ്, പാക്കേജിങ് ഇതൊന്നും അറിയില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ഇവിടെ ഇവൻറ്റ്സും കമ്മ്യൂണിറ്റീസൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ ഞാനൊക്കെ എന്താ ചെയ്യാറ് വെച്ചാൽ ഞാൻ ബാംഗ്ലൂർ പോകലാണ്. അതായത് അവിടെ കുറേ കമ്മ്യൂണിറ്റീസ് ഉണ്ടാവല്ലോ. ഞാൻ എപ്പോഴാണോ അവർ ഇവൻറ്റ് നടത്തുന്നത് അപ്പം തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഞാൻ പോകും. എന്നിട്ട് അവിടുത്തെ ആൾക്കാർ ഇങ്ങനെ കോമഡി ആയിട്ട് പറയും റേസിന് ഒരു അവാർഡ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അതായത് സ്റ്റേറ്റ് കടന്നിട്ട് ബസ്സിൽ 6 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് പോണത്. കാരണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഫുൾ ടൈം വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാണ്, ഒരു കമ്മ്യൂണിറ്റി ഇല്ല, നമുക്ക് ഫുൾ ടൈം വർക്കിലാണല്ലോ, ഷെയർ ചെയ്യാൻ ആരും ഇല്ല വർക്കിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ. അപ്പം നമ്മൾ അങ്ങോട്ട് പോകും. അപ്പം ഇവിടെ ഇപ്പം കമ്മ്യൂണിറ്റീസ് കാര്യങ്ങളുണ്ട്, പക്ഷേ ആ ഒരു നമ്മൾ വിചാരിച്ച ആ ലെവലിലേക്ക് എക്സ്പോഷറിലേക്ക് വന്നിട്ടില്ല. അതായത് ഇപ്പം നമ്മൾ വെസ്റ്റേൺ കൺട്രീസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ അവിടുത്തെ ഒരു കൾച്ചർ നോക്കുകയാണെങ്കിൽ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, എല്ലാവരുടെ ഉള്ളിൽ അതുണ്ട്. അതിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ളത് നമ്മൾ സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നില്ല. നമ്മുടെ സ്റ്റുഡൻസിന് ഭയങ്കര പേടിയാണ് ഒരു ഐഡിയയിൽ വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ആൾക്കാരെന്ത് വിചാരിക്കും, ഒരു കാര്യം പറയാൻ വരെ പേടിയാണ്. നമ്മൾ വർക്ക്ഷോപ്പൊക്കെ നടത്തുമ്പം ഫസ്റ്റ് ഡേ ഒക്കെ ഉണ്ടാവും, പക്ഷെ സ്റ്റിൽ നമ്മൾ ഉള്ളിലുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ഒക്കെ നോക്കിയാൽ ഇപ്പം ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസൊക്കെ ടൂൾസൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ വെസ്റ്റേൺ കൺട്രീസിലുള്ള ആൾക്കാർ ഡെവലപ്മെൻറ്റ് ഡിസൈനും ചെയ്തതാണ്. പക്ഷെ അത് അവർക്ക് എല്ലാം ഉണ്ടായിട്ട് ചെയ്തതല്ല, അവർക്ക് അറിയാവുന്ന കോഡും ഉള്ള ഫണ്ടൊക്കെ വെച്ചിട്ടാണ് അവരിത് ചെയ്തത്. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണത് ഒക്കെ റെഡി ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ട്രൈ ഔട്ട് ഫെയിൽ ആവുമോ, ആൾക്കാരെന്ത് വിചാരിക്കും, ഇതൊക്കെയാണ്. എനിക്കൊന്ന് ഫേസ്ബുക്കൊക്കെ അവർ ഹാർവാർഡ് കോളേജിലുള്ള സ്റ്റുഡൻസിന് മാത്രം വേണ്ടി ഉണ്ടാക്കിയതാണ്, അവിടുത്തെ സ്റ്റുഡൻസിന് വേണ്ടി മാത്രം. അങ്ങനെ ചെറുതായിട്ട് തുടങ്ങിയിട്ടാണ് ഈ ലോകം മൊത്തം ഭരിക്കുന്ന ഒരു കമ്പനിയായിട്ട് ഫേസ്ബുക്ക് മാറിയത്. ആ ഒരു എന്താ പറയുക, ഷിപ്പിംഗ് കൾച്ചറില്ല. ഷിപ്പിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ആപ്പ് പ്രൊഡ്യൂസ് ചെയ്യുക അതല്ല ഉദ്ദേശിച്ചത്. ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീഡിയോ കോണ്ടന്റ്, ഒരു വീഡിയോ ക്രിയേറ്റ് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പോലെ നമുക്ക് കുറേ ബുദ്ധിമുട്ടാണ്, റൈറ്റ്? അപ്പം നമ്മൾ ആ ഒരു കൾച്ചർ കൊണ്ടുവന്നില്ലെങ്കിൽ ഇഷ്യൂ എന്താ വെച്ചാൽ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ്. നമ്മൾ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴും കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മളെ പെർഫോമൻസ് കാണിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ബേക്കിലുള്ള ആൾ മുമ്പോട്ട് പോകും. അത് ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ക്രിക്കറ്റോ ഫുട്ബോളോ നോക്കുകയാണെങ്കിൽ ഒരു പ്ലെയർ മാക്സിമം ഒരു 4 to 5 മാച്ചസിൽ ഫോം ഔട്ട് ആണെങ്കിൽ കരിയർ തീരുന്നു, റൈറ്റ്? അത്രയ്ക്ക് കോമ്പറ്റീറ്റീവ്, എല്ലാ ഫീൽഡും കോമ്പറ്റീറ്റീവ് ആണ്. അപ്പോൾ ആ സമയത്തും നമ്മളിങ്ങനെ ബാക്കൗട്ട് വലിയുമ്പോൾ ഉള്ള ഇഷ്യൂ എന്താ വെച്ചാൽ നമുക്കൊന്നും ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല, പിന്നെ ആ ഗ്രോത്ത് ഉണ്ടാവില്ല, റൈറ്റ്? ഇപ്പോൾ എനിക്കറിയാവുന്ന കുറേ ഇപ്പോൾ ഡിസൈനേഴ്സ് അല്ലെങ്കിൽ വാട്ടർ കരിയറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവരൊരു നിലയിലെത്തിയിട്ടുള്ളത് അവരാ പേടിയും ആൾക്കാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഇത് വർക്കാവോ ഇല്ലയോ, ഇതൊക്കെ വെച്ചിട്ട്, ഇതൊക്കെ ഉണ്ടാവും നാച്ചുറലി, നമുക്ക് ഉണ്ടാവും. ഇതൊക്കെ വെച്ചിട്ടും അവർ അതൊക്കെ ചെയ്തിട്ടുണ്ട്, റൈറ്റ്? ഇപ്പം ഫോർ എക്സാമ്പിൾ എന്താ, നമുക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ഐഡിയ കിട്ടി, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം, ഒരു ആപ്പ് വഴി, റൈറ്റ്? അതിൻ്റെ വേഴ്സ്റ്റ് കേസ് എന്താ വെച്ചാൽ അത് ഫെയിൽ ആവും, ആരും യൂസ് ചെയ്യില്ല. പക്ഷെ അതിൽ കുറേ ലേണിംഗ് പ്രോസസ്സ് ഉണ്ട്, നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അത് പാസ് ചെയ്താൽ നമുക്ക് അടുത്ത പ്രോജക്റ്റിൽ നമുക്ക് അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, മനസ്സിലായി? പക്ഷെ ഈ ഒരു കൾച്ചറാണ് നമുക്ക് മെയിൻലി ഇല്ലാത്തത്. അതായത് നമുക്കിപ്പം എന്താ പറയുക, ഒരാളുടെ അടുത്ത് പോയിട്ട് ഫസ്റ്റ് സംസാരിക്കാൻ, ഇപ്പം കുറേ പേര് സ്റ്റുഡൻസ് ഒക്കെ ചോദിക്കാറുണ്ട് ഇന്റേൺഷിപ്പ് അവിടെ നിന്ന് കിട്ടാന്നുള്ളത്. നമ്മൾ അങ്ങോട്ട് പോയി ചോദിക്കേണ്ട ഇന്റേൺഷിപ്പൊക്കെ സൈബർ പാർക്കിലോ അല്ലെങ്കിൽ ബിസിനസ് പാർക്കിലോ പോവുക, എന്നിട്ട് കമ്പനീസ് നോട്ട് ചെയ്യുക, അവിടെ കയറിയിട്ട് ജസ്റ്റ് ഒരു 5 minutes റിക്വസ്റ്റ് ചെയ്തിട്ട് ഹയറിംഗ് മാനേജർ സംസാരിക്കുക, ഞാൻ ഇന്ന കാര്യം പഠിച്ചിട്ടുണ്ട്, ഇത്രയും കാര്യം ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, അപ്പോൾ എനിക്ക് ഒരു വർക്ക് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഇന്റേൺഷിപ്പ് വേണം, നിങ്ങൾക്ക് ഓപ്പണിങ്സ് ഉണ്ടോ, ഓപ്പണിങ്സ് ഉള്ളപ്പോൾ പറയോ. ഈ ഒരു ഇതില്ല നമുക്കൊക്കെ ഇങ്ങോട്ട് കൊണ്ടുതരണം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് നമുക്കുള്ളത്, റൈറ്റ്? നമ്മൾ അങ്ങോട്ട് പോയിട്ട് അപ്രോച്ച് ചെയ്യാം. ഇപ്പോൾ എല്ലാ ആൾക്കാരും, മോസ്റ്റ് ഓഫ് ദി ആൾക്കാർക്ക് വെൽക്കമിങ് ആണ്, ടാലൻസ് ഹയർ ചെയ്യാൻ അവർ ചിലപ്പം നോക്കി നിൽക്കുമായിരിക്കും ഇങ്ങനത്തെ ആൾക്കാരൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു കാര്യം കൂടി ഉണ്ട്. ഒന്ന് ഈ പറഞ്ഞ പോലെ ഒരു സ്പേസ് കൾച്ചർ കുറവാണ്. നമ്മൾ ഫ്രോഗ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ അതിന് വേണ്ടിയിട്ടാണ്, പക്ഷെ അത് കൂടി വരുന്നുണ്ട്. സ്റ്റിൽ അത് ഉണ്ടായിട്ട് പോലും നമുക്ക് ആ ഒരു കൾച്ചർ സ്റ്റുഡൻസിനുള്ളിൽ വന്നിട്ടില്ല. അത് ചാടിക്കയറി പറഞ്ഞിട്ട് കാര്യമില്ല, വരില്ല. പക്ഷെ നമ്മൾ എത്ര മുമ്പ് തുടങ്ങുന്നോ അത്ര നമുക്ക് ബെനിഫിറ്റ് ആണ്, റൈറ്റ്? ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിലും ഒരു ആള് ഈ ഒരു കരിയർക്ക് എത്തുന്ന ടൈമിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് പേടി ഉണ്ടാവും. അപ്പോൾ അതിന് ചില ആൾക്കാർക്ക് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ചിലവർ സ്റ്റക്കായി നിൽക്കുന്നുണ്ടാവും കരിയർ, എന്ത് ചെയ്യണം, ലൈക്ക് ഇനി എന്ത്
എന്ത് ചൂസ് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് ലൈക്ക് ചിലപ്പോൾ ഡിസൈനിനെ കുറിച്ച് അറിയില്ല, തീരെ ഐഡിയ ഇല്ലാത്ത ആൾക്കാർ പിന്നെ ഈ ഒരു കരിയർക്ക് എത്തിയിട്ട് ഭയങ്കര ഹൈ പൊസിഷനിൽ പോണ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഡിസൈനിങ്സിനെ എടുത്ത് നോക്കി തന്നെ ഒരുപാട് ആൾക്കാർ അങ്ങനെ വന്നവരുണ്ടാവും. ലൈക്ക് അവർക്ക് എന്തുകൊണ്ട് ഇത് ആദ്യം അറിയില്ല എന്നുള്ളത് ലൈക്ക് ഇവിടെ അതിനുള്ള കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസോ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. പിന്നെ അവരുടെ ചുറ്റുപാട് അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞു കൊടുക്കാനോ അങ്ങനെ ഇല്ലാതെ വരുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവലുണ്ട്. ലൈക്ക് പിന്നീട് ഇത് അറിഞ്ഞ് ഓരോ കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെന്നെങ്കിലും ചേർന്നിട്ട് പിന്നെ ഓരോ സ്കില്ലിനെ അപ്സ്കെയിൽ ചെയ്തിട്ട് ലൈക്ക് വർക്കാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു പൊസിഷൻ കൂടുന്ന നമ്മൾ കണ്ടുവരാറുണ്ട്. ഡിസൈനേഴ്സിന് ഞാൻ കണ്ടുവരുത്തുള്ള ഒരു അതാണ്. അതായത് ലൈക്ക് ഒന്നും അറിയാത്ത ഒരാൾ എങ്ങനെയാണോ അയാൾ പിന്നീട് അയാളെ സ്കില്ലാണെന്നുണ്ടെങ്കിലും വർക്കാണെന്നുണ്ടെങ്കിലും ക്വാളിറ്റി അങ്ങനെ കൂടുന്ന കണ്ടിട്ടുണ്ട്. ലൈക്ക് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് ആ ഒരു കാഴ്ചപ്പാടിക്ക് എത്തിപ്പെടാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ലാതിരിക്കുമ്പോഴാണ്. ലൈക്ക് അയാളെ പ്രോത്സാഹിപ്പിക്കാനാണെന്നുണ്ടെങ്കിലും ഇവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല. പിന്നീട് അയാൾ അതിലേക്ക് വന്നപ്പോൾ എന്തായി, അയാളുടെ സ്കില്ല് അയാളുടെ കഴിവ് എന്താണെന്നുള്ള അയാൾ കണ്ടെത്തുമ്പോൾ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുമല്ലോ. ലൈക്ക് അതാണ് എനിക്ക് പിന്നെ തോന്നിയിട്ടുള്ളത്. അതായത് ഒരു ഡിസൈനർ സ്റ്റക്ക് ആവുന്ന ടൈമിൽ പിന്നീട് അത് സ്കില്ല ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പല ഡിസൈൻസിന് കണ്ടിട്ടുണ്ട്. മനസ്സിലായി. അതായത് നമ്മൾ സ്റ്റുഡൻസിന് മെൻറ്റർഷിപ്പ് വേണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിൾ ലൈക്ക് ഹാർവാർഡിന് ഒരു ഫ്രീ കോഴ്സ് ഉണ്ട്, യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്, നമുക്ക് ഏത് സ്കില്ല് വേണമെങ്കിലും പഠിക്കാൻ പറ്റും. ഈവൻ ബ്രെയിൻ സർജറി പഠിച്ചാൽ വരെ യൂട്യൂബിൽ ട്യൂട്ടോറിയൽ വീഡിയോസ് ഉണ്ട് ചിലപ്പോൾ. പക്ഷെ നമ്മളെ സ്റ്റുഡൻസിൻ്റെ ഇതെന്താ വെച്ചാൽ എല്ലാവർക്കും ആ സെൽഫ് ലേണിംഗ് വർക്കാണെന്നില്ല. നമുക്ക് ആ ഒരു മെൻറ്റർഷിപ്പ് കൂടി ഉണ്ടെങ്കിൽ ഓക്കെ. അതായത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പോൾ ട്യൂട്ടോറിയൽസ് കണ്ടാൽ സ്കില്ല് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ട്യൂട്ടോറിയൽ കണ്ടാൽ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ അതൊരു ലിമിറ്റ് വരെയുള്ളൂ പറ്റുക. ഒരു മെൻറ്ററിൻ്റെ സഹായം ഇല്ലാതെ എങ്ങനെ എത്രത്തോളം ഡെവലപ്പ് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടുത്തെ സ്കില്ലിനെ ബേസ് ചെയ്തിട്ടാണല്ലോ. അത് പ്രത്യേകിച്ച് ഞാൻ ഇവിടുത്തെ സ്റ്റുഡൻസ് കണ്ടിരുന്നതാണ്. കാരണം again ലൈക്ക് സെൽഫ് ലേണിംഗ് എല്ലാവർക്കും വർക്ക് ആവുന്നില്ല. കാരണം സെൽഫ് ലേണിംഗിൽ കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഡിസഡ്വാൻറ്റേജ് പറയാൻ പറ്റില്ല, ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഫാക്ടർ എന്താ വെച്ചാൽ ഞാൻ സെൽഫ് ടോട്ടായിരുന്നു. ഞാൻ 3-4 വർഷം എടുത്തിട്ടാണ് ഫിഗർ ഔട്ട് ചെയ്തത്. ഞാൻ ഇപ്പോൾ ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മെൻറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ആ 3 വർഷം അല്ലെങ്കിൽ 4 വർഷം എടുത്ത മിസ്റ്റേക്ക് നമുക്ക് ഒഴിവാക്കി കൊടുക്കാൻ പറ്റും. അതായത് ഇത് ചെയ്യരുത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് പറയാം. ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മെൻറ്റർഷിപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത്ര ടൈം എടുത്തത്. കുറേ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സറൗണ്ടിങ്സും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഫിയാസ് പറഞ്ഞ പോലെ ആ സറൗണ്ടിങ്സിൽ ലൈക്ക് ചെല്ലുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആൾ ഗ്രോ റൈറ്റ്. അപ്പോൾ അതാണ് ലൈക്ക് റൈറ്റ് മെൻറ്റർഷിപ്പിൻ്റെ ഇതുണ്ട്. പിന്നെന്താ വെച്ചാൽ അഗൈൻ ലൈക്ക് ബാക്ക് ടു ദി പോയിന്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് പോലെ സ്റ്റുഡൻസിന് ആ ഉള്ളിലൊരു ഇതില്ല ഇത് ചെയ്യണം എന്നുള്ളത്. അതുണ്ട്. പ്ലസ് എന്താ പറയുക ലൈക്ക് എനിക്കിതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടറില്ല. മേ ബി നമ്മൾ വന്ന അഗൈൻ സ്കൂൾ സിസ്റ്റം അതൊക്കെ കൊണ്ടായിരിക്കാം. ഇപ്പം നമുക്ക് അങ്ങോട്ട് പോയി ചോദിക്കാനോ അല്ലെങ്കിൽ ഇപ്പം ഞാൻ ബാംഗ്ലൂരിൽ ഒരു തവണ മീറ്റപ്പിന് വരുന്നു. ഓക്കെ, അപ്പം ഞാൻ ഒരു പുള്ളിക്കാരനെ കണ്ടു. പുള്ളിക്കാരൻ ഒരു ഫേമസ് ആയിട്ടുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു സെക്ഷൻ ഡിസൈൻ ചെയ്ത ആളാണ്, ഒരു ഫീച്ചർ. ഓക്കെ, അപ്പം പുള്ളിയോട് ഞാൻ ചോദിച്ചു എങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ട്വിറ്ററിൽ മെസ്സേജ് അയച്ചിട്ട് കിട്ടിയതാണ്. ട്വിറ്ററിൽ എന്താണ് ഫൗണ്ടറിനോ അല്ല കമ്പനിക്ക് ആർക്കോ മെസ്സേജ് അയച്ചിട്ടാണ് ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. നമുക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്, അതായത് ഫസ്റ്റ് അപ്രോച്ച് അങ്ങോട്ട് ചോദിക്കണം. അതായത് വാല്യൂ അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് കിട്ടണം എന്നുള്ളത്. അതായത് ഇപ്പം എനിക്കൊക്കെ കുറേ എൻക്വയറീസ് വരാറുണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ. അതായത് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഫ്രഷറാണോ, ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. പക്ഷെ ജനറലി നമുക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റില്ല. അതായത് നമുക്കൊന്നും ഉണ്ടായിട്ടില്ല, നമ്മൾ ഇങ്ങോട്ടേക്ക് നമ്മളൊരു പ്രൂഫും കാണാണ്ട് അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വാല്യൂ തരാണ്ട് നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ തോന്നില്ല. അതായത് ഒരു ഫ്രഷർ ആണെങ്കിൽ ഫ്രഷർ പ്രൂവ് ചെയ്യണം നമ്മുടെ അടുത്ത്. അതായത് എനിക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്തോട്ടെ, വർക്ക്സ് കാണിച്ചു തരാം. ആ ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല. റൈറ്റ്. അതായത് ലൈക്ക് ഒരു കോഴ്സ് പഠിക്കുന്നു, എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഡയറക്റ്റ് ജോബ്സിന് നോക്കുന്നു, ഓപ്പർച്യൂണിറ്റി നോക്കുന്നു.
പക്ഷെ ഓപ്പർച്യൂണിറ്റി കൊടുക്കണോ വേണ്ടോ നമ്മൾ നോക്കുമ്പോൾ ആളൊന്നും ടാഞ്ചിബിളി ചെയ്തിട്ടില്ല, റൈറ്റ്. അപ്പോൾ ഒരു 5 ആൾക്കാരിൽ 4 ആൾക്കാരൊന്നും ചെയ്തിട്ടില്ല, ഒരാൾ മാത്രം പോർട്ട്ഫോളിയോ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അറ്റ്ലീസ്റ്റ് നമുക്ക് പ്രോസസ്സെങ്കിലും പറഞ്ഞു തരുന്നുണ്ട്, അയാളെയാണ് നമ്മൾ വാല്യൂ ചെയ്യുക, റൈറ്റ്. അപ്പം ഇത് ഇല്ലാത്തതിൻ്റെ റീസൺ അഗെയിൻ നമുക്ക് ട്രൈ ചെയ്യാൻ പേടിയാണ്. പിന്നെ ഈ റൈറ്റ് മെൻറ്റർഷിപ്പ് ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം റിയൽ വേൾഡ് ഫുള്ളി പ്രാക്ടിക്കലാണ്. അതായത് ഇപ്പം നമ്മൾ ക്ലൈം മീറ്റിങ്സിനൊക്കെ പോകുമ്പം അവർ കൂടുതലും നമ്മൾ വർക്ക്ഷനെക്കാട്ടും കൂടുതലും നോക്കുക നമ്മൾ എങ്ങനെയാണ് ഈ പെർട്ടിക്കുലർ പ്രോബ്ലം, അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യുക, വർക്കും നോക്കും അവരുടെ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് അവർ ചെക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ലാത്ത സമയത്ത് എന്താ ലൈക്ക് നമ്മൾ കരിയർ ചാടിക്കേറി അല്ലെങ്കിൽ എന്താണ് അറ്റംപ്റ്റ്, അതായത് ഇവർക്ക് അറിയില്ല ഇങ്ങനത്തെ ഒരു മെത്തേഡ് ഉണ്ട് എന്നുള്ളത്. അതായത് ഒരാൾക്ക് ഇപ്പോൾ ഒരു ഇന്റേൺഷിപ്പ് കിട്ടുന്നെങ്കിൽ ഞാൻ കുറേ മെത്തേഡ്സ് ഉണ്ട്. ഒരു മെത്തേഡ് എന്താ വെച്ചാൽ ഒരു പെർട്ടിക്കുലർ കമ്പനി എടുക്കാം, ആ കമ്പനിക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവർക്ക് വെബ്സൈറ്റ് വളരെ മോശമാണ്, ആ വെബ്സൈറ്റ് ആക്ച്വലി റീഡിസൈൻ ചെയ്യുക, ഒന്നും ചോദിക്കരുത്, റീഡിസൈൻ ചെയ്യുക, ഒന്നും ഇങ്ങോട്ട് എക്സ്പെക്ട് ചെയ്യരുത്, ലേണിങ്ങിന് വേണ്ടിയിട്ട് റീഡിസൈൻ ചെയ്യുക. എന്നിട്ട് ഒരു സംസാരിക്കുക, ഞാൻ പഠിക്കുന്ന വകയായിട്ടില്ലെന്നോ വെബ്സൈറ്റ് റീഡിസൈൻ ചെയ്തിട്ടുണ്ടോ ചെക്ക് ചെയ്യാവും. അപ്പോൾ അവരുടെ മൈൻഡിലെല്ലാം അവരുടെ നെറ്റ്വർക്കിൽ നമ്മൾ കയറാണ്. ഇങ്ങനെയാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുക. സോ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ സ്റ്റുഡൻസിന് അറിയില്ല. അതിൻ്റെ റീസൺ മെൻറ്റർഷിപ്പ് പ്രോപ്പർലി ഇല്ല, പിന്നെ എന്താ പറയുക പ്രോപ്പർ സറൗണ്ടിങ്സ് ഇല്ല, പ്ലസ് നമ്മൾ സ്റ്റുഡൻസിന് ഒരു എക്സ്ട്രാ എഫോർട്ട് ചെയ്യാനുള്ള ഇതില്ല. ഇപ്പം നമ്മൾ ഫ്രോക്ക് സ്കൂളിലൊക്കെ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യണം കുറേ പറയാറുണ്ട്, പുറകെ നടന്ന് പറയാറുണ്ട്, അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇനീഷ്യലി അവർ ഭയങ്കര ലാഗായിരുന്നു. ഇപ്പം എനിക്കൊക്കെ കരിയറിൽ ഏറ്റവും ലൈക്ക് കോൺഫിഡൻസ് എന്നത് എന്താണ് പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ടാണ്. അതായത് ആൾക്കാർക്ക് എന്നെ അറിയാം, എനിക്ക് ആ റെപ്യൂട്ടേഷൻ ഉണ്ട്, എനിക്ക് വാല്യൂ കൊടുക്കാൻ പറ്റും, ഞാൻ ഓൺലൈനിൽ വീഡിയോസ് ഇടാറുണ്ട്. അപ്പം ഇതുള്ളതുകൊണ്ടാണ്, റൈറ്റ്. അപ്പം അത് ഉണ്ടായത് കൊണ്ട് കുറേ ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഇവൻ ഫ്രോക്ക് സ്കൂൾ തുടങ്ങാൻ വരെ കാരണം ആ ഓൺലൈൻ റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ്. ഞാനും ആദ്യമായിട്ട് വേറൊരു കണക്ഷനും ഇല്ല, ജസ്റ്റ് ത്രൂ ഇൻസ്റ്റാഗ്രാമാണ്. അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ പിന്നെ കുറേ കണക്ഷൻസ് വർക്ക് ഫീൽഡിലുള്ള കുറേ കണക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ശരിക്കും നമുക്ക് വേണ്ടത്. ഇങ്ങനെയാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള ചാൻസസ് കൂടാം. അവിടെ ഇവിടെ നിന്നൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പം ഒരു എക്സ്ട്രാ എഫോർട്ട് ഇടാനുള്ള ഇതില്ല. കാരണം എന്താണ് ഇപ്പോൾ ഒരു 500 കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനാണ് നോക്കേണ്ടത്, റൈറ്റ്. അപ്പം എല്ലാവരും ചെയ്യണം എന്താണ് അതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യുക. ആ ഒരു ഇത് അവരെ അപ്രോച്ച് ഒന്നും വരുന്നില്ല, റൈറ്റ്. എല്ലാ സ്റ്റുഡൻസിനും ഒരു പേടി ഉണ്ടാവും, ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആവോ, അല്ലെങ്കിൽ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആ ഒരു പേടി ഉള്ളതുകൊണ്ടാണ് എന്താണ് ഒന്ന് പിന്നിക്ക് നിൽക്കുന്നില്ല. അതായത് എനിക്ക് ആ പേടി ഇവർ മനസ്സിലാക്കാത്തൊരു കാര്യം എന്താ വെച്ചാൽ ആ പേടി എല്ലാവർക്കും ഉണ്ട്. അതായത് ടോക്ക് ലൈക്ക് ടെഡ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്, അത് പബ്ലിക് സ്പീക്കിംഗ് പഠിക്കണ ബുക്കാണ്. അതിൽ ഓദർ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഈ സീരീസിലൊക്കെ അഭിനയിക്കുന്ന ആക്ടേഴ്സ് ഒക്കെ ഉണ്ടാവില്ല നെറ്റ്ഫ്ലിക്സിലൊക്കെ, ഇവരെ ടെഡ് ടോക്സ് ഇല്ലേ, അത്രയ്ക്ക് ക്യാമറ പെർഫെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. പക്ഷെ ഇവരെ ടെക്ടോക്കിന്റെ തലേദിവസം ആയാലും അല്ലെങ്കിൽ സ്റ്റേജിന്റെ അടുത്തേക്കുമ്പോൾ ഇവർ മുട്ട വരയ്ക്കുമെന്ന് പറഞ്ഞു വെച്ചാൽ അവർക്ക് വരെ അത്രയും പേടിയുണ്ട്. പിന്നെ നമ്മളാരാ? അപ്പം നമ്മൾ ഇത് മെയിൻലി ലൈക്ക് മൈൻഡ് സെറ്റാണ്. നമ്മൾ പണ്ട് തൊട്ടേ ഒരു പ്രോഗ്രാം ചെയ്ത മൈൻഡ് സെറ്റ് കൊണ്ടായിരിക്കും. കാരണം നമ്മൾ വിചാരിക്കും ഓക്കെ ഇവര് കാണുന്നത് 2-3 വർഷം പബ്ലിക് സ്പീക്കിംഗ് ചെയ്ത് അല്ലെങ്കിൽ വീഡിയോസ് ചെയ്ത് അല്ലെങ്കിൽ ഡിസൈൻ ഡെവലപ്പ് ചെയ്ത ആളെ നോക്കിയിട്ടായിരിക്കും വിചാരിക്കണോ എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ അവരൊക്കെ ഫസ്റ്റത്തെ വർക്കൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, റൈറ്റ്. ഇപ്പം എൻ്റെയൊക്കെ ഇൻസ്റ്റാഗ്രാമത്തെ വീഡിയോ അല്ലെങ്കിൽ യൂട്യൂബിലെ വീഡിയോ ഒക്കെ നോക്കി എനിക്ക് ഇപ്പോഴും ചിരി വരും, ഭയങ്കര ക്രിഞ്ചാണ്. പക്ഷെ അത് ചെയ്തിട്ടാണ് ഈ ലെവലിൽ എത്തിയത്. അത് സ്റ്റാർട്ടിങ് ആവുമ്പോൾ തന്നെ അതിൻ്റെതായിട്ടൊരു മിസ്റ്റേക്കുകൾ ഉണ്ടാവും. പിന്നീട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് പിന്നെ ഒരു പുതിയ വർക്ക് കാണുമ്പോൾ അത് അപ്പൊ അത്രത്തോളം ഒരു വളർച്ച തന്നെ മനസ്സിലാവും. അതെ, കുറച്ച് ഡിസ്കംഫോർട്ട് ഉണ്ടാവും. അതെ സ്റ്റുഡൻസിനൊക്കെ അത് പറയാം. അവർ പറയുന്നത് വെച്ചാൽ എനിക്ക് ഫസ്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫസ്റ്റ് അവരുടെ എഫോർട്ട് എടുത്ത് ചെയ്യുമ്പോൾ അവർക്ക് പേടിയാണ്, വർക്കാവുമെന്ന് അറിയില്ല. ഞാൻ പറയുന്നത് വെച്ചാൽ പേടി ഉണ്ടാവും, പേടി ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. ഫസ്റ്റ് നമുക്ക് ഉള്ളിൽ ഭയങ്കര വിയേർഡായിട്ട് ഫീൽ ചെയ്യും, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്, റൈറ്റ്. അപ്പം പക്ഷെ ഇതിലൂടെ കടന്നു പോയാൽ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ്മെന്റ്സ് ഉള്ളൂ. നിങ്ങൾ ആരെ ഫസ്റ്റ് വർക്കാണ് എടുത്ത് നോക്കി ലൈക്ക് ഒക്കെ ഫ്ലോപ്പ് ആയിരിക്കും. ഫസ്റ്റത്തെ വർക്ക് ഫ്ലോപ്പ് ആയിരിക്കും, 2ാമത്തെ 5ാമത്തെ 10ാമത്തെ 50ാമത്തേക്ക് എത്തുമ്പോഴാണ് ആ ഒരു ഇമ്പ്രൂവ്മെന്റ് കാണാൻ പറ്റുക. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഈ യൂട്യൂബേഴ്സ് ഇല്ലേ, ഇപ്പം 5-10 വർഷമായിട്ട് യൂട്യൂബ് കരിയറായിട്ട് കൊണ്ടുവന്ന ആൾക്കാരുണ്ടാവും. അവർ ഫസ്റ്റ് ഇത് വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അവരെവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇത് ശരിക്കും നമ്മൾ എത്രത്തോളം ചെയ്യണോ നമുക്ക് അത്രത്തോളം ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാവും. അവർ ഷോർട്ട് കട്ട് നോക്കുകയാണ്, അതാണ് മെയിൻലി ഒരു ഇഷ്യൂ ഉള്ളത്, പെട്ടെന്ന് കിട്ടണം എന്നുള്ളൊരിത്. പക്ഷെ ഇത് ചെയ്താൽ മാത്രമേ എന്താണ് ഇമ്പ്രൂവ്മെന്റ്സ് ഉള്ളൂ. ഈവൻ നമ്മളിപ്പോൾ സംസാരിക്കുന്നവരെ നമ്മൾ ഇത് ഫസ്റ്റ് ടൈം അല്ല, നമ്മൾ കുറേ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു നേക്ക് കിട്ടിയത്. അപ്പോൾ അതവർ മനസ്സിലാക്കുന്നില്ലതാണ്.
അപ്പം അത് വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ എന്താണ് പബ്ലിക്കലി ക്രിറ്റിസിസം വരും, അതൊന്ന് മൈൻഡ് ചെയ്യാതിരിക്കുക, പേടിയുണ്ടാവും പക്ഷെ ചെയ്യുക, കുറച്ച് ഡിസ്കംഫർട്ട് ഉണ്ടാവും, അങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ മാത്രമേ എന്താണ് ലൈക്ക് ഇവർക്ക് ലൈക്ക് കരിയറിൽ ഓവറോൾ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒന്ന് ഇവർക്ക് ജസ്റ്റ് ആ സ്കില്ല് മാത്രമേ അവിടെ ഇവിടെയൊക്കെ അറിയുള്ളൂ. ഇൻഡെപ്റ്റായിട്ട് മാർക്കറ്റിന് എങ്ങനെ വേണം, അതിനനുസരിച്ച് എങ്ങനെ പെർഫോം ചെയ്യണമെന്ന് അറിയില്ല. അതിൻ്റെ റീസൺ മെൻറ്റർഷിപ്പ് ഇല്ല, ഇൻഡസ്ട്രി ആയിട്ടൊരു കണക്ഷൻ ഇല്ല. പിന്നെ സ്വന്തമുള്ള കുറേ ബിലീഫ് കാര്യങ്ങളൊക്കെ, എന്താണ് എനിക്കിത് പറ്റുമോ, ആൾക്കാരെന്ത് വിചാരിക്കും, എന്നെക്കൂടെ നടക്കൂല, ഇങ്ങനത്തെ കുറേ ബിലീഫ്സ് ഉണ്ട്. കാരണം ഇത് രണ്ടും ഫിക്സ് ആയാൽ മാത്രമേ എന്താണ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് സ്കില്ലും വേണം, ക്യാരക്ടറിസ്റ്റിക്സും വേണം. അതായത് ഇപ്പോൾ സപ്പോസ് നല്ല സ്കില്ലുണ്ട് വിചാരിച്ചോ, പക്ഷെ ആള് ഒരു ക്ലയൻറ്റിന് പിച്ച് ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു കമ്പനീനെ അപ്രോച്ച് ചെയ്യാൻ പോകുമ്പോൾ ആളൊരു ആറ്റിറ്റ്യൂഡ് കാണിക്കണില്ല, അപ്പോൾ അത് വർക്കാവില്ല. പക്ഷെ നല്ല ആറ്റിറ്റ്യൂഡും സ്കില്ലും ഉണ്ടെങ്കിൽ, സ്കില്ലും ഇല്ലെങ്കിൽ അതും നടക്കില്ല. ഈ രണ്ട് കോമ്പിനേഷൻ വേണം. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഒരു സ്ഥലത്ത് നിന്ന് പഠിച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്കില്ല് നമ്മൾ പഠിച്ചിട്ട് ഒരു കമ്പനിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫ്രഷറാണ്. ഒരു കമ്പനി ഒരിക്കലും ഫ്രഷറിൻ്റെ അടുത്ത് വലിയ കാര്യങ്ങൾ അറിയണമെന്ന് എക്സ്പെക്ട് ചെയ്യില്ല, അത് ഫ്രഷറാണ്. അപ്പോൾ അവർ മെയിൻലി നോക്കുന്ന കാര്യം എന്താ വെച്ചാൽ, ഓക്കെ ഫ്രഷറാണ്, എന്തൊക്കെ കാര്യം അറിയാം, ഓക്കെ ഇന്ന കാര്യങ്ങളൊക്കെ അറിയാം, ആറ്റിറ്റ്യൂഡ് നോക്കും. ഓക്കെ നമ്മൾ കൂടെ എന്നാൽ പഠിച്ചെടുക്കും, ടീമിന് ഗ്രോത്ത് ഉണ്ടാവും, പുള്ളിക്കാരനും അല്ലെങ്കിൽ പുള്ളിക്കാരിക്കും ഗ്രോത്ത് ഉണ്ടാവും, ഇതാണ് നോക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ നമുക്ക് ആ ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും വേണം, പിന്നെ എന്താ പറയുക ഈ സ്കില്ലും വേണം. കമ്പനീസ് നോക്കുക, ഇതാണ് മെയിൻലി നോക്കുക. അപ്പോൾ അത് വേണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ട്രൈ ഔട്ട് ചെയ്താൽ എന്താണ് ലൈക്ക് അത് വർക്കൗട്ട് ആവുള്ളൂ. നമ്മളെ സ്റ്റുഡൻസിന് ഓപ്പർച്യൂണിറ്റിയുടെ ഏറ്റവും ബെസ്റ്റ് വേ ലൈക്ക് കണക്ഷൻസ് ബിൽഡ് ചെയ്യലാണ്. അതായത് എനിക്കറിയില്ല, ഇപ്പം നമ്മൾ ലിറ്ററലി ലൈക്ക് എലൺ മസ്കിനും ട്വിറ്ററിൽ മെസ്സേജ് അയച്ചാൽ ആള് റിപ്ലൈ തരാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് റിപ്ലൈ തരാൻ ചാൻസ് ലൈക്ക് 0% അല്ല. കാരണം ഇങ്ങനത്തെ ഫിഗേഴ്സൊക്കെ മുമ്പും ആൾക്കാരായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിക്കണം എന്താ വെച്ചാൽ അത്രയും ഓപ്പർച്യൂണിറ്റി ഉള്ള കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര, കാരണം ഓപ്പർച്യൂണിറ്റി നന്നായിട്ടുണ്ട്. പണ്ടൊക്കെ ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു. പക്ഷെ ഒന്ന് എന്തുകൊണ്ട് നമ്മൾ സ്റ്റുഡൻസിന് അറിയുന്നുണ്ടാവില്ല, പക്ഷേ ഉണ്ടായിട്ടും ഇവർ ആക്ഷൻ എടുക്കുന്നില്ല. അത് ലിറ്ററലി എല്ലാ കമ്പനീസും ഫേംസും ക്ലയൻസും സോഷ്യൽ മീഡിയയിലുണ്ട്, ഇവരായിട്ട് കണക്ട് ചെയ്യാം. റൈറ്റ്, ഞാൻ പറഞ്ഞത് നമുക്കൊരു കമ്പനിയിൽ പോയിട്ട് ഒരാളെ മീറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ലൈക്ക് വേഴ്സ്റ്റ് കേസ് എന്ന് പറഞ്ഞ കാര്യമില്ല. നമുക്ക് ആളോട് സംസാരിക്കും, കുറേ കാര്യങ്ങൾ പിടിയിട്ടും നമുക്ക് അങ്ങോട്ട് കുറേ വാല്യൂ ഷെയർ ചെയ്യാം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഈ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വർക്ക്ഷോപ്പും ലൈക്ക് ഇൻഹൗസ് ആക്ടിവിറ്റീസ് ഒക്കെ വെക്കുമ്പോൾ കുറേ ആൾക്കാരുടെ ലൈക്ക് ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, പക്ഷെ അവരൊക്കെ സ്കില്ല് അവർക്കുണ്ട്, പക്ഷെ അവർ ഉദ്ദേശിച്ച രീതിയിൽ അവർക്ക് ആ ഒരു എന്താണ് ഔട്ട്പുട്ടോ ലൈക്ക് അവർ വിചാരിച്ച രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടില്ല. ഇതെന്താ വെച്ചാൽ ഇതൊരു എക്കോസിസ്റ്റമാണ്. നമുക്ക് പ്രത്യേകിച്ച് ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിൽ നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കാര്യങ്ങൾ കിട്ടണമെങ്കിൽ ഒരു കൊളാബറേഷൻ കൈൻഡ് ഓഫ് തിങ് ആണ്. നമുക്ക് ഒറ്റയ്ക്ക് ഇതാക്കാൻ പറ്റില്ല. അതായത് നമുക്കിപ്പം ലെറ്റ്സ് ഫിയാസിനൊരു അടിപൊളി പ്രൊജക്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഫിയാസ് ഇപ്പം വീഡിയോ എഡിറ്ററാന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ. ഫിയാസിന് അതിന് വീഡിയോ എഡിറ്റിംഗ് വർക്കാണ് വന്നത്. ക്ലയൻറ്റിന് ഡെവലപ്പർ ആവശ്യമുണ്ട്. ഫിയാസിന് നമ്മൾ ഒരു നെറ്റ്വർക്കിംഗ് ഇവന്റിലോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഇവന്റിലോ മീറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അപ്പോൾ ഫിയാസിൻ്റെ മനസ്സിൽ ടിപ്പിക്കലി എന്നെ ഓർമ്മ വരും, എന്നെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ കൊളാബറേറ്റ് ചെയ്യും. നമ്മളിങ്ങനെ കുറച്ച് പ്രൊജക്ട്സിൽ വർക്ക് ചെയ്ത് നമ്മൾ തീരുമാനിക്കുകയാണ് നമ്മളിങ്ങനത്തെ കമ്പനി ഇടാം, വീഡിയോ എഡിറ്റിങ്ങും ഡെവലപ്മെൻറ്റും. ഇങ്ങനെയാണ് ഇത് വർക്കാവുക. ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ അഗൈൻ സ്റ്റുഡൻസ് കാണിക്കണില്ല. അപ്പോൾ ഇതിങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഉള്ള ഉപകാരം എന്താ വെച്ചാൽ, ഒന്ന് നമുക്ക് കണക്ഷൻസ് കിട്ടും, ടീം മെമ്പേഴ്സ് ആവും, കൂടെ നിന്ന് പഠിക്കാം. പിന്നെ നമുക്ക് മെൻറ്റേഴ്സിന് കിട്ടും. റൈറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 3-4 വർഷം എടുത്തിട്ടാണ് ഒരു കാര്യം ഫിഗർ ഔട്ട് ചെയ്യുന്നതെങ്കിൽ ആ മെൻറ്റേഴ്സ് കൂടെ 4, 5, 6 മാസം സ്പെൻഡ് ചെയ്താൽ അല്ല അവരെ വാച്ച് ചെയ്ത് നമുക്ക് മനസ്സിലാവും. അതായത് ആൾക്കാർ ബുക്ക് ഇപ്പോൾ ഒരു 50 വർഷം ബിസിനസ് ചെയ്ത ആളൊരു ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ബുക്ക് നമുക്ക് ചിലപ്പോൾ 300-400 രൂപയ്ക്ക് മേടിക്കാൻ പറ്റും. പക്ഷെ ആൾ ചെയ്ത മിസ്റ്റേക്കും ആളെ എൻ്റയർ ബ്ലൂ പ്രിൻ്റ് നമുക്ക് കിട്ടാണ്. അപ്പം മെൻറ്റേഴ്സിൻ്റെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ്, അപ്പം അത് നമുക്ക് ഇങ്ങോട്ട് നമുക്ക് കിട്ടില്ല. അഗൈൻ ഇപ്പം എല്ലാവരും പറയുന്ന കാര്യമാണ്, ഒരു കമ്പനിയിൽ ഗ്രോത്ത് ഇല്ല എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിന് വേറെ പെർസ്പെക്റ്റീവ് ഉണ്ട്. നമ്മളാണ് അവിടെ ഗ്രോത്ത് ഉണ്ടാക്കാൻ നോക്കേണ്ടത്. അതായത് കമ്പനിയിലത്തെ ആൾക്കാർ നമുക്ക് ഇങ്ങോട്ട് ചെയ്തു തരണമെന്നില്ല. നമ്മൾ അങ്ങോട്ട് പോയിട്ട് ചോദിക്കണം, പുതിയ ഐഡിയാസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് എങ്ങനെയില്ല. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ നല്ല വർക്കിംഗ് കൾച്ചറൊക്കെ ഉള്ള കമ്പനി ആണെങ്കിൽ അവരെന്ത് നോക്കുക വെച്ചാൽ നമ്മളെ പെർഫോമൻസ് നോക്കും, പിന്നെ നമ്മളെ വേറെ എന്തൊക്കെ രീതിയിൽ ആ കമ്പനിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഇതും കൂടി നോക്കും. അവിടെ നമ്മളെ വാല്യൂ കൂടുക. റൈറ്റ്, അപ്പം അഗൈൻ ഇതില്ലാത്തതിൻ്റെ റീസൺ
നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ബാക്ക് ടു ആ പോയിന്റ്സ് തന്നെ. അപ്പം ഇതൊക്കെ ഈ മിസ്റ്റേക്സ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഏറ്റവും ബെസ്റ്റ് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക, എന്താ മെൻറ്റർഷിപ്പ് നോക്കുക. മെൻറ്റർഷിപ്പിലേക്ക് നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകണം തന്നെ ഇല്ല, ഒരു നിർബന്ധമില്ല. ഇപ്പം ഓൺലൈനിൽ കണക്ട് ചെയ്യാം. ഇനി ഇഷ്ടംപോലെ ആൾക്കാർ ഓൺലൈനിൽ, ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ ഇവിടെ എനിക്കങ്ങനെ ആ മെൻറ്റേഴ്സിനൊന്നും അറിയില്ലായിരുന്നു, ഇവിടെയുള്ള ആൾക്കാർ. കാരണം ഞാൻ പുറത്ത് പോകാറില്ലല്ലോ, ഞാൻ വയനാട്ടിൽ തന്നെ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യലാണ്. അപ്പം ഈ പുറത്തുള്ള കുറേ ക്രിയേറ്റേഴ്സ് ഉണ്ട്, ക്രിസ് ഡു ഇവരൊക്കെ അറിയില്ലേ, ഈവൻ അവർ വരെ മെസ്സേജ് അയച്ച റിപ്ലൈ തരും. നമ്മൾ ജെന്യൂൻലി ചോദിക്കുകയാണെങ്കിൽ അവർക്ക് അറിയാം, ഓക്കെ അവർ വന്ന വഴിയാണ്, നമ്മളെ പോലെ തന്നെ വന്നത് സ്റ്റാർട്ടിങ്ങിൽ. ഈവൻ അത്രയും ബിസി ആയിട്ടുള്ള ആൾക്കാർ വരെ നമുക്ക് റിപ്ലൈ തരും. അങ്ങനത്തെ കുറേ ആൾക്കാർ ലൈക്ക് മെൻറ്റർഷിപ്പ് അവിടെ ഇവിടെയും കിട്ടിയിട്ടാണ് ഇവിടെ എത്തിയത്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പം മെൻറ്റേഴ്സിനെ കണ്ടുപിടിക്കാൻ നോക്കുക. പിന്നെ എന്താ വെച്ചാൽ ഈ പറയണ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, മെയിനായിട്ട് അതാണ്. കാരണം സ്കില്ല് ചീപ്പാണ്, സ്കില്ല് പഠിച്ചെടുക്കാം. സ്കില്ല് പ്ലസ് ഡെപ്ത് ആയിട്ട് ആ സ്കില്ല് എങ്ങനെ അപ്ലൈ ചെയ്യാം. അതായത് ഞാൻ പറഞ്ഞില്ല, ഒരു റൂമിൽ വന്നിട്ട് ഈ ഒരാളെ തന്നെ എഡിറ്ററായിട്ട് മതി എന്ന് പറയണമെങ്കിൽ ഒരു റീസൺ ഉണ്ടാവുമല്ലോ. അയാളെ പ്രോസസ്സ്, എടുക്കണ അപ്രോച്ച്, തിങ്കിങ് ഒക്കെ ആയിരിക്കും. ഈ സ്കില്ല്, ആ ഒരു അപ്രോച്ച്, പ്രോസസ്സ്, പിന്നെ സോഫ്റ്റ് സ്കിൽസ്, ഇത് മൂന്നും ഉണ്ടെങ്കിൽ ഏത് കരിയർ എടുക്കുകയാണെങ്കിലും സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. റൈറ്റ്. ബട്ട് ലൈക്ക് അഗെയിൻ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ അധികം കോളേജ് സിസ്റ്റം ഒന്നും ഇത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതെനിക്ക് ഇഷ്ടം പോലെ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സൊക്കെ കോളേജിൽ പറയുമ്പോൾ തന്നെ സങ്കടം. കോളേജിൽ ഒരു കാര്യം എക്സ്പെക്ട് ചെയ്തിട്ട് പോയതാണ്, പക്ഷെ അവർക്കത് കിട്ടിയില്ല. അവർ പോണത് പ്രാക്ടിക്കലായിട്ടും അത് ഇതൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പോണത്, പക്ഷെ അവരെ മൊത്തം ഡിസപ്പോയിൻറ്റഡ് ആണ്. അപ്പം ചിലപ്പം കോളേജിൽ നിന്ന് ഇത് കിട്ടാൻ ചാൻസ് ഇല്ല. പക്ഷെ നമ്മൾ കോളേജിലും അഗൈൻ നമുക്ക് എപ്പോഴുള്ള സ്വഭാവമാണ് എന്ത്, ഗവൺമെൻറ്റിൻ്റെ കുറ്റം പറയുക, സിസ്റ്റത്തിൻ്റെ കുറ്റം പറയുക. പക്ഷേ നമ്മളത് നോക്കി നിന്നിട്ട് കാര്യമില്ല, നമ്മുടെ സൈഡിൽ നിന്ന് എഫോർട്ട് ഇട്ടിട്ട് ചെയ്യണം. ഇപ്പോൾ കോളേജിലൊക്കെയാണ് അങ്ങോട്ട് പോയിട്ട് കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ നോക്കുക. എന്താ പറയുക, അവിടെ നിന്ന് തന്നെ പ്രൊജക്റ്റ്, ഞാൻ പറയാം ഓൺലൈനിൽ ഇഷ്ടംപോലെ റിസോഴ്സ് ഉണ്ട്, പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യാൻ നോക്കുക. ഫ്രീ ടൈം കിട്ടുമ്പം ഇൻറ്റേൺഷിപ്പ് ട്രൈ ചെയ്യുക, പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യുക. കാരണം ഇതാണ് ഏറ്റവും ബെസ്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ സമയം തൊട്ട് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നല്ല ഇൻഡസ്ട്രി എന്താ മനസ്സിലാവും. കാരണം ഇൻഡസ്ട്രി, ഒരു കുട്ടി 4-5 വർഷം പഠിച്ചിട്ട് ഇൻഡസ്ട്രി എന്താണെന്ന് അറിയണില്ല. അതായത് ഈ ഇൻഡസ്ട്രിയാണ് ഇവർക്ക് ഫണ്ട് കൊടുക്കുന്നത്. ഇവർ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ എക്കോസിസ്റ്റം വർക്കാവണത് ഈ ഇൻഡസ്ട്രി വെച്ചിട്ടാണ്. റൈറ്റ്. അതായത് ഇപ്പം എന്താണ്, ഇപ്പോൾ ഒരു ഡിസൈൻ സർവീസ് മേടിക്കണമെങ്കിൽ എന്താണ് ആ ഇൻഡസ്ട്രി, അല്ലെങ്കിൽ അത് വിൽക്കണമെങ്കിൽ ആ ഇൻഡസ്ട്രി എന്താണെന്ന് മനസ്സിലാക്കണം. അത് അവർക്ക് അറിയില്ല. അപ്പോൾ വിൽക്കൽ മീൻസ് ഒരു ഇൻ്റർവ്യൂവിന് പോയാലും അവിടെ സെയിൽസ് നടക്കണം. നമ്മൾ വീഡിയോസിലൊക്കെ പറയാറുണ്ട്, നമ്മൾ സ്കില്ലൊക്കെ അവിടെ വിൽക്കുകയാണ്. അപ്പം ഈ കമ്പനി എന്താ എക്സ്പെക്ട് ചെയ്യണം, ഇതൊന്നും അറിയില്ല. അപ്പോൾ ഈ പഠിക്കണ സമയത്ത് അല്ലെങ്കിൽ വാട്ട് എവർ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനത്തെ എഫോർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഡസ്ട്രി എന്താണെന്ന് മനസ്സിലാവും. ചില കോളേജസിൽ അത് നമുക്ക് ഇങ്ങോട്ട് കിട്ടാൻ ചാൻസ് ഇല്ല. നമ്മളെ അത് ബ്ലെയിം ചെയ്തിരിക്കാണ്ട് നമ്മളെ സൈഡിൽ നിന്ന് എഫോർട്ട് ഇട്ടിട്ട് വർക്ക് ചെയ്യുക എന്നൊരു കോൺസെപ്റ്റാണ് നമുക്ക് വേണ്ടത്. റൈറ്റ്. അതാണ് ഫ്രണ്ട്സൊക്കെ ആയിട്ട്. നമ്മളിപ്പോൾ അല്ലെ, ഇപ്പോൾ ഫേസ്ബുക്ക് അവർക്ക് ഫ്രണ്ട്സ് ഗ്രൂപ്പായിട്ട് ചെയ്തതാണ്. കുറേ ഇവിടെ തന്നെ ഇഷ്ടം പോലെ സ്റ്റാർട്ടപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഒറ്റക്കായിട്ട് ഒരാൾ സ്കില്ല് ബൂസ്റ്റ് ചെയ്യാൻ നോക്കണം. നേരെ മറിച്ച് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യണം. ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും, ഒരുപാട് ഐഡിയാസ്, പലരുടെ ഐഡിയാസ് കണക്ട് ചെയ്തിട്ട്. അതെ. ആ ഒരു കൊളാബറേഷൻ ഇപ്പം നമ്മൾ ഫ്രോക്ക് സ്കൂൾ തുടങ്ങി തന്നെ എനിക്കൊന്ന് 2 വർഷം മുമ്പ്, ഓൾമോസ്റ്റ് 2 വർഷമായിട്ടുണ്ട്. മാജി നമ്മൾ ഓൺലൈനിൽ കണ്ടിട്ടായി, നമ്മൾ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടി, ഇവിടെ കാലിക്കറ്റ് ഒന്ന് മീറ്റ് ചെയ്തു, അപ്പം തന്നെ നമ്മൾ ഫിക്സ് ചെയ്തു. പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് 1 ഇയർ ഒരു വീട് എടുത്ത് നിന്നിട്ട് ഇങ്ങോട്ടേക്ക് മാറി, എന്നിട്ട് കുറേ ഡിസ്കസ് ചെയ്തു. പിന്നെ വേറെ കുറേ ആൾക്കാർ ജോയിൻ ചെയ്തു. അവിടെ നിന്നാണ് നമ്മുടെ ഈ കമ്മ്യൂണിറ്റി ഇത്രയും വന്നിട്ടുള്ളത്. നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ ആകെ ലൈക്ക് 3 സ്റ്റുഡൻസ് എങ്ങാണ്ടുള്ളൂ, 3-4 സ്റ്റുഡൻസേ ഉള്ളൂ. ഇപ്പം നമുക്ക് എന്താണ് അത്രയ്ക്ക് ഫീൽഡാണത്, അതായത് ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കുമ്പോൾ. അപ്പം അത് വന്നിട്ടുള്ളത് ഈ ഒരു കൊളാബറേഷൻ. ഇഷ്ടംപോലെ ആൾക്കാർ കൊളാബറേഷൻ ഉണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്തതും കമ്മ്യൂണിറ്റിയിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടല്ല. റൈറ്റ്. ഇവൻ ഞാൻ സെൽഫായിട്ട് പഠിക്കുമ്പോഴും ഓൺലൈനിൽ ഇഷ്ടംപോലെ കണക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. എന്താണ് അത് ലൈക്ക് ഇത് വർക്കാവോ ഇല്ലയോ, അല്ല വർക്കാവും 100% ഉറപ്പുണ്ടായിട്ടില്ല. നമുക്ക് ആ ഒരു പാഷനുള്ളതുകൊണ്ട് നമ്മളത് ചെയ്യണതാണ്. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഫസ്റ്റ് ഇങ്ങനെ വിചാരിക്കും ഞാൻ കോണ്ടന്റ് എന്തിനാ ക്രിയേറ്റ് ചെയ്യണേ അങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പം ക്രിയേറ്റ് ചെയ്ത് 1 വർഷം കഴിയുമ്പോൾ അത്യാവശ്യം ആൾക്കാർക്ക് എന്നെ അറിയാം. അപ്പോൾ അവർക്ക് ഇപ്പം ഞാൻ എന്താണ് ഷെയർ ചെയ്യണേ, അറ്റ്ലീസ്റ്റ് ചെറിയ പെർസെൻറ്റേജ് അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെന്താ, ഞാൻ പിന്നെ ബുക്ക് റൈറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ റൈറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഡൗട്ട്, ഇതാരെങ്കിലും വായിക്കോ, ഇത് എളുപ്പമാവോ, എനിക്ക് കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ സ്റ്റിൽ എഴുതി.
പക്ഷെ അതിപ്പോൾ കുറേ ആൾക്കാർക്ക് വായിച്ചിട്ട് ഉപകാരമാവുന്നുണ്ട് സിമ്പിളാക്കി ചെയ്തുകൊണ്ട്. അപ്പം നിങ്ങളിപ്പോൾ ചെയ്യണ എന്താണ് ഫെയിൽഡ് ആയ പ്രോജക്ട്സ് ഫ്യൂച്ചറിലായിരിക്കും അത് വർക്കൗട്ട് ആവുക, അല്ലെങ്കിൽ ബിൽഡ് ചെയ്യുന്ന കണക്ഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു കൾച്ചർ കൊണ്ടുവരാനാണ് നമ്മൾ മെയിൻലി നോക്കേണ്ടത്. അതായത് റിസൾട്ട് നോക്കാണ്ട് അങ്ങോട്ടേക്ക് മാക്സിമം സൊസൈറ്റി അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യാൻ കൊടുക്കണ ഒരു അപ്രോച്ചിൽ, റൈറ്റ്? അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നമ്മുടെ സ്റ്റുഡൻസിന് മെയിൻലി കണ്ടിട്ടുള്ള ഒരു പ്രോബ്ലം. ഇത് ഫിക്സ് ചെയ്യണമെങ്കിൽ ഒന്ന് അവരെന്നെ തീരുമാനിക്കണം, അവരെന്നെ ഇനീഷ്യേറ്റീവ് എടുക്കണം എന്നുള്ളൊരു അപ്രോച്ചിലാണ്. എല്ലാം ഇങ്ങോട്ട് ആരും തരില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് എന്താണ് ഓപ്പർച്യൂണിറ്റി തപ്പിപ്പോകുന്ന ഒരു രീതിയിൽ എടുക്കുക. ബിക്കോസ് ഇപ്പോൾ ആൾക്കാരൊക്കെ ഭയങ്കര ഓപ്പണാണ്, സപ്പോർട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഓപ്പണാണ്, കുറച്ചും കൂടി ഓപ്പണാണ്. അപ്പം ഭയങ്കര കുറേ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം കുറേ ഏരിയാസ് വന്നിട്ടുണ്ട് ഇപ്പം, ഇഷ്ടം പോലെ ഏരിയാസ്, കുറേ ഓപ്പർച്യൂണിറ്റീസ്. അതായത് ഇപ്പം ഡിസൈനിൽ തന്നെ നോക്കുകയാണെങ്കിൽ UX UI ഡിസൈനിങ്, ഗ്രാഫിക് ഡിസൈനിങ്, പ്രോഗ്രാമിങ്ങിൽ കോഡ് ചെയ്തിട്ടുണ്ട്, നോ കോഡ് ഉണ്ട്. ഇപ്പം വീഡിയോ എഡിറ്റിങ്, മോഷൻ ഗ്രാഫിക്സ്, വീഡിയോ എഡിറ്റിങ്ങിന് കുറേ സെഗ്മെന്റ്സ് ഉണ്ടല്ലോ, ഷോർട്ട് ഫോം എഡിറ്റിങ്. അപ്പോൾ ലൈക്ക് ഇവരുടെയൊക്കെ ഇത് ഇഷ്യൂ എന്താ വെച്ചാൽ ഇഷ്ടംപോലെ ടാലൻസ് ഉണ്ട്, ടാലന്റിനെ സപ്ലൈ ഉണ്ട്. അതായത് ഇത് പഠിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇഷ്യൂ എന്ന് വെച്ചാൽ ഇവർക്കൊന്നും ആ ഡെപ്ത് ഇല്ലാത്തതുകൊണ്ട് ഇവരൊന്നും അത്ര ക്വാളിഫൈഡ് അല്ല. അതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ഹയറിങ്ങിന് ഒരു പോസ്റ്റ് ഇടാണെങ്കിൽ നമ്മളൊരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് നമ്മളെ സ്റ്റുഡൻസ് ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത ഒരു കമ്പനിയിൽ ഒരാൾ പറഞ്ഞത് നമുക്ക് ആ 1000 എന്താണ് 700, 800, 1000 ഒക്കെ ആപ്ലിക്കേഷൻ കിട്ടുന്ന പറഞ്ഞത് ഒരു ഹയറിങ് ഇട്ടാൽ. അപ്പോൾ ഇതിൽ നിന്ന് ആ കമ്പനിക്ക് ഹയർ ചെയ്യാൻ പറ്റിയ 3-5 ആൾക്കാരെ മാത്രമാണ്, റൈറ്റ്? ചിലപ്പോൾ നമുക്ക് അത്ര പോലും ക്വാളിറ്റി ഉള്ള ആൾക്കാർ കിട്ടാറില്ല. അപ്പം നമ്മൾ ഹയറിങ് ഇട്ടാൽ തന്നെ നമുക്ക് ക്വാളിറ്റി ഉള്ള ആൾക്കാർ കിട്ടുന്ന വളരെ കുറവാണ്, റൈറ്റ്? അപ്പം അത് പറയണത് എന്താ വെച്ചാൽ, ആ സിഗ്നൽ എന്താ വെച്ചാൽ നല്ല ആൾക്കാരില്ല. അപ്പോൾ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പക്ഷേ നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി പ്ലസ് ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല, ചിലപ്പോൾ കണ്ടിട്ടും നമ്മളത് ഗ്രാബ് ചെയ്യാൻ നോക്കുന്നില്ല. ഇങ്ങനത്തെ കുറേ മൈൻഡ് സെറ്റ് ഇഷ്യൂവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അത് ഫിക്സ് ചെയ്യണം. ഒന്ന് നമ്മൾ തന്നെ ഇതാക്കണം. 2 അക്സെപ്റ്റ് ചെയ്യുക. പേടി ചിലപ്പോൾ ഫെയിൽ ആവും, ഒക്കെ ഉണ്ടാവും, പക്ഷെ ജസ്റ്റ് ചെയ്യുക. ഈ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് മാത്രം നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ ഗ്രോത്ത് ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ ടിപ്പിക്കലി ഒരു 9 to 5 ജോബിന് പോകുന്നു, രാവിലെ 10 മണിക്ക് പോകുന്നു, 5 മണിക്ക് തിരിച്ചു വരുന്നു. ആ ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ. പക്ഷെ നമുക്ക് അതിന് പുറമെ നമുക്ക് ആ ഓർഗനൈസേഷനിൽ ഒരു വാല്യൂ കൊണ്ടുവരണം, സെൽഫായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇത് ചെയ്യണം. ഇത് ഒരു 2-3 ഇയേഴ്സ് ചെയ്ത് നമ്മൾ സെറ്റിലാണ്. ഒരു ഷാഡോ എഫക്ട് പോലെ പിന്നെ ആ നേക്ക് നമുക്ക് കിട്ടും. പിന്നെ നമ്മളങ്ങനെ ചെയ്ത് പോയാൽ മതി. ഇപ്പോൾ സ്കില്ലിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അതായത് ഇപ്പോൾ ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയത് പറഞ്ഞാൽ ലൈക്ക് ഒരുപാട് റിസർച്ച് നടത്തിയിട്ടുണ്ട്. ഞാൻ അതിനു മുമ്പ് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് തിരഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാവുമല്ലോ ഒരു പ്രഷർ. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രഷർ വരുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് വേണമെന്ന് പറയും, ലൈക്ക് വീട്ടുകാരാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് നമ്മളെ പ്രഷർ തന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് വൈഡായിട്ട് ആലോചിക്കാനോ ഒന്നും ടൈം കിട്ടില്ല. നമുക്ക് നമ്മുടെ സ്കില്ല് എന്താണെന്ന് പലർക്കും ചിലപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടാവും. അത് സ്കില്ല് എന്താണെന്ന് കണ്ടെത്താൻ ടൈം കിട്ടാതെ ചാടി കയറി ഒരു കോഴ്സ് എടുക്കും. ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മൂവ് ആകുമ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവാതെ നമുക്ക് പറ്റിയ പണിയല്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഞാൻ ഇതിന് മുമ്പ് വേറെ കോഴ്സ് എടുത്തിരുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. അത് പെട്ടെന്ന് എടുത്തിട്ട് പിന്നെ അത് ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് പിന്നെയാണ് ഞാൻ ഡിസൈനിക്ക് കുറച്ച് ഞാൻ ആ ഒരു കോഴ്സ് എടുത്ത കാലയളവിൽ എനിക്കിത് ഈ ഡിസൈനിങ്ങിനെ കുറിച്ചിട്ട് ഇൻട്രസ്റ്റ് വന്നതും. അപ്പോൾ ഞാൻ പഠിച്ച ടൈമിൽ പറഞ്ഞാൽ എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറവായിരുന്നു. അതായത് ഇതിന് ഈ കോഴ്സിൻ്റെ നെയിം കാര്യങ്ങൾ അതൊന്നും എനിക്ക് പെട്ടെന്ന് അറിഞ്ഞില്ല. അതായത് എന്താണ് ഇതിൻ്റെ ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് എപ്പോഴും പലർക്കും അറിയില്ല. നമ്മളവിടെ പറഞ്ഞാൽ എന്താണ് ഗ്രാഫിക് ഡിസൈനിങ് എന്ന് ചോദിച്ചാൽ പെട്ടെന്നായിരിക്കും കിട്ടൂല, ഉത്തരം മുട്ടി പോകുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ടൈമിൽ ഞാനും ഒരുപാട് ഈ ഒരു കോഴ്സ് ഏതാണെന്ന് കണ്ടെത്താൻ കുറേ ബുദ്ധിമുട്ടി. പിന്നെയാണ് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അറിവിൽ ഇങ്ങനെ കോഴ്സ് ഉണ്ട്, ഓക്കെ ഇതാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ നമ്മൾ ചോദിച്ചറിഞ്ഞിട്ട് പിന്നീടാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറിയത്, വൈറ്റ് മാർക്കർ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് കയറിയത്. ഓക്കെ, അപ്പോൾ അവിടുന്ന് പിന്നെ നമ്മൾ പഠിച്ച് അവിടെ ഒരുപാട് ഡിസൈനേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്ത് നമ്മൾ ഒഴിവ് സമയം ഇപ്പോൾ പാർട്ട് ടൈം ആയിട്ട് ജോബ് നോക്കിയിരുന്നു. ഓക്കെ, അപ്പോൾ പാർട്ട് ടൈം ആയിട്ട് ജോബ് ചെയ്തിട്ടും ആ ഗ്യാപ്പിൽ പിന്നെ നമ്മൾ ജോബ് കഴിഞ്ഞ് വന്നിട്ട് അതിലേക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യും.
വർക്ക് ചെയ്യാൻ എക്സ്ട്രാ വർക്ക് ചെയ്ത് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും ഒരു മെൻറ്റാലിറ്റിയാണ്. അതായത് ഒരു പാഷൻ എന്നൊക്കെ പറയില്ലേ, ആ ഒരു മൂഡിക്ക് എത്തിയിരുന്നു വർക്ക് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് വർക്കുകൾ ചെയ്തു, കുറേ വർക്ക് ഫ്ലോപ്പായി. അങ്ങനെ പിന്നെ ക്ലയൻസിനെ നമ്മൾ മെസ്സേജ് അയച്ചിട്ടും ഇപ്പോൾ പലർക്കും പേടിയുണ്ടാവും. ഇപ്പോൾ സെലിബ്രിറ്റികൾ, അതായത് വലിയ കമ്പനീസിക്കൊക്കെ മെസ്സേജ് അയക്കാൻ പേടിയുണ്ടാവും. പല സ്റ്റുഡൻസും അങ്ങനെ ഇപ്പോൾ നമ്മൾ മെസ്സേജ് അയച്ചാൽ ഒരു കുറവായി കാണും. പെട്ടെന്ന് ഓല എന്താ കരുതുക, ഇപ്പോൾ നമ്മളെ പൊസിഷനും ഓല പൊസിഷനും വെച്ചിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് ആ ഒരു പേടി ഉണ്ടാവും. നമ്മൾ ആ പേടി മാറ്റിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ മെസ്സേജ് അയക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒറ്റ ഡള്ളായി നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ റീപ്ലൈ തരിക. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന ടൈമിൽ നമുക്ക് കുറേ അങ്ങനെ വർക്കുകൾ കിട്ടും. അങ്ങനെ ഞാൻ ഫ്രീലാൻസ് ആയിട്ടാണ് ഈ കോഴ്സ് കഴിഞ്ഞേക്ക് ഫ്രീലാൻസ് ആയിട്ട് കുറച്ച് വർക്ക് ചെയ്തു. ലൈക്ക് ഫ്രീലാൻസ് വർക്കിംഗ് പറഞ്ഞാൽ കുറച്ച് ടഫുള്ള കാര്യമാണ്, പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഓക്കെ, അതായത് കുറച്ച് നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു ബഡ്ജറ്റ് പറയുകയാണെന്നുണ്ടെങ്കിലും ബഡ്ജറ്റിൻ്റെ കേസിൽ പലർക്കും ഒരു സ്റ്റെക്ക് വരാറുണ്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു മെൻറ്ററിങ് ഒരാളെ കറക്റ്റ് മെൻറ്ററിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എത്ര വെച്ച് പറയാം. പെട്ടെന്ന് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, അത് ഒറ്റയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഇത് ചോദിക്കാനൊരു ആരും ഉണ്ടാവില്ല. ഓക്കെ, ഒരു ടീമായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വലിയ സീൻ വന്നിട്ടില്ല. ഇപ്പോൾ ഇത് ഒറ്റയ്ക്ക് പഠിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു ബഡ്ജറ്റ്, ഇപ്പോൾ ക്ലയൻറ്റ് ഇന്നൊരു ലോഗോ ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇനി പ്രൊജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഇത്ര ബഡ്ജറ്റ് ഈടാക്കാമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് സ്റ്റെക്കാവും. ഓക്കെ, അങ്ങനെ ചില ടൈമിൽ സ്റ്റെക്ക് ആവലുണ്ട്. ഇപ്പോൾ അധികമുള്ളവർ, ഈ ഒറ്റയ്ക്കുള്ളവരാണ് കാര്യമായിട്ട് സ്റ്റെക്ക് ആവല്. അപ്പം അങ്ങനെ ഫസ്റ്റ് ടൈമിൽ എനിക്ക് കുറച്ച് ചെറിയൊരു പ്രോബ്ലംസ് വന്നിരുന്നു. പിന്നെ ഞാൻ അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച്, ക്ലയൻറ്റിനെ കുറിച്ച് പഠിച്ച്, പിന്നെ അങ്ങനെ ഓരോരോ പോസ്റ്റുകൾ ഇട്ടിട്ടും അങ്ങനെ നമ്മൾ പേഴ്സണൽ ബ്രാൻഡിങ് ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പിന്നെ അതാണ് എനിക്ക് പറയാം, അത് ഞാനിപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഞാൻ ഒരുപാട് എഫേർട്ട് എനിക്ക് ഇടേണ്ടി വന്നിട്ടുണ്ട്. നമ്മളായിട്ട് കുറച്ച് ഒരു സ്റ്റെപ്പ് മുന്നോട്ടിട്ടാൽ മാത്രമേ ഉള്ളൂ ഇതിൽ ഗ്രോത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് പിന്നെ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സോ ബേസിക്കലി ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ലൈക്ക് എനിക്ക് ഫസ്റ്റ് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റത്തെ ഡ്രീം എന്ന് പറഞ്ഞാൽ യൂട്യൂബർ ആവുക, സിൽവർ പ്ലേ ബട്ടൺ കിട്ടാതായിരുന്നു. അപ്പം ഞാൻ പണ്ട് ഈ ഫേസ്ലെസ് യൂട്യൂബ് ചാനലില്ലേ, സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട്, ഐ മീൻ ലൈക്ക് ഈ ആൻഡ്രോയിഡ് ഫോണ് കസ്റ്റമൈസ് ചെയ്യാന്ന് കേട്ടിട്ടുണ്ടോ? അതായത് അത് ബ്രേക്ക് ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ, അങ്ങനത്തെ പരിപാടിയൊക്കെ. അപ്പം അതൊക്കെയായിരുന്നു പരിപാടി. അപ്പം അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടുന്ന ചാനൽ ഉണ്ടായിരുന്നു. പിന്നെ ഫേസൊക്കെ വെച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഡിലീറ്റ് ചെയ്തു. അപ്പം ആ സമയത്ത് അത് ലൈക്ക് ചെറുപ്പത്തിൽ ഇൻ ദ സെൻസ് ലൈക്ക് 8 9 പഠിക്കുന്ന സമയത്ത്. പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റ് ഇതായതുകൊണ്ട് ഈ വെബ് ഡെവലപ്മെൻറ്റ് ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ആകെ അറിയണ ഇൻട്രസ്റ്റ് ഉള്ള കാര്യം ഇത് മാത്രമാണ്, റൈറ്റ്. പക്ഷെ എന്താണെന്ന് എക്സാക്ട്ലി അറിയില്ല. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് 2020 അന്ന് ലാപ്ടോപ്പ് കാര്യങ്ങളൊന്നുമില്ല, റൈറ്റ്. അപ്പം എന്താ വെച്ചാൽ ഈ ഫോണിലുണ്ടല്ലോ, സ്മാർട്ട് ഫോണിൽ, ആൻഡ്രോയിഡ് ഫോണിൽ കുറച്ച് ആപ്ലിക്കേഷൻ ഉണ്ട്, സോളോ ലേൺ, പ്രോഗ്രാമിംഗ് ഹബ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ നമുക്ക് കോഡ് ഫോണിൽ എഴുതിയിട്ട് പഠിക്കാൻ പറ്റും, ചെറിയ ഔട്ട്പുട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് കോഡിങ് പഠിക്കണത്. ഓക്കെ, കോഡിങ് പഠിച്ചു തുടങ്ങി എനിക്ക് മനസ്സിലായി എനിക്ക് വർക്കൗട്ട് ആവില്ല. പഠിക്കാൻ പറ്റാത്ത കൊണ്ടല്ല, പക്ഷെ ഞാൻ അങ്ങനെ എൻജോയ് ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷെ ഞാൻ കോഡിങ് സൈഡിലൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഗ്യാപ്പിലാണ് ഞാൻ ഡിസൈനിങ്ങും എന്താണെന്ന് അറിഞ്ഞത്. ഡിസൈനിങ് എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, കുറച്ചുകൂടി എക്സ്പ്രസ് ചെയ്യാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബെറ്റർ ആയിട്ട് ഓപ്ഷൻ ആയിട്ട് തോന്നി. അപ്പോൾ ഫോണിൽ ക്യാൻവ, അഡോബ് സ്പാർക്ക് ഇതൊക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്യാൻ തുടങ്ങി, റൈറ്റ്. പിന്നെ ഞാൻ ഫ്രീലാൻസിങ് എന്താണെന്ന് മനസ്സിലാക്കി. പിന്നെ ഫസ്റ്റത്തെ ഒരു ക്ലയൻറ്റ് കിട്ടി. അത് ഞാൻ ഒരു മാസം 750 രൂപയ്ക്ക് വർക്ക് ചെയ്തത്. എനിക്ക് പ്രൈസിങ് എങ്ങനെയാണെന്ന് അറിയണ്ടേ. പുള്ളിക്കാരൻ ചോദിച്ചു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ. എനിക്കിത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് തന്നെ അറിയില്ല, ഇങ്ങനെ ഫ്രീലാൻസറായിട്ട് ഹയറിങ് കിട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അയാൾ പ്രൈസിങ് എടുത്ത് ചോദിച്ചു. എനിക്കാണ് നെഞ്ചൊക്കെ ഇടിച്ചിട്ട്, ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ഇല്ലേ. ഞാനങ്ങനെ 750 രൂപയ്ക്ക് ഓൾമോസ്റ്റ് ഒരു മാസം ഞാനവിടെ വർക്ക് ചെയ്തു, അത് കോഡ് ചെയ്തു. പിന്നെ കുറച്ച് കണക്ഷൻസ് ഉണ്ടായിരുന്നു ഈ നോർത്തിലുള്ള ഈ ഡിസൈനേഴ്സ്, ഫ്രീലാൻസേഴ്സ് സൈഡ്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു, ഞാൻ പ്രൈസിങ് ഇങ്ങനെ പറഞ്ഞത്. അവരെന്നെ കുറേ ചീത്ത പറയും, എന്തിനാ ഇത്ര പറഞ്ഞത്. പക്ഷേ ഓക്കെ പറഞ്ഞു, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യല്ലേ. പിന്നെ ഇങ്ങോട്ട് ലൈക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ എനിക്ക് ഈ സ്വഭാവം ഉണ്ടായിരുന്നു. എന്താ പഠിക്കണേ അത് ജസ്റ്റ് ഡോക്യുമെന്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്യാൻവ പോയി ഡിസൈൻ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ HTML എന്താ പഠിച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് HTML എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഉണ്ടാക്കിയിടും.
കറോസൽ, അതറിയാത്ത ആൾക്കാരുണ്ടാവില്ല. അപ്പം അങ്ങനെ കുറച്ച് ഓൺലൈൻ ട്രാക്ഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ടേക്ക് എൻക്വയറീസ് കിട്ടി. അങ്ങനെ എനിക്ക് തോന്നുന്നു ദുബായിൽ ഒരു ഒരു പുള്ളിക്കാരൻ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു. അത് രാത്രി മെസ്സേജ് അയക്കണം, അത് വേറെ കോമഡിയാണ്. അത് രാത്രി മെസ്സേജ് അയച്ചിട്ട് മുമ്പത്തെ ആൾ ഇന്ത്യത്തെ ആളാണ്, 250 രൂപേൻ്റെ റേറ്റ്. അതാണ് എൻ്റെ ഫസ്റ്റത്തെ ക്ലയൻറ്റ്. പിന്നത്തെ ആളെന്ന് പറയണത് രാത്രി മെസ്സേജ് അയക്കണം ഇൻസ്റ്റാഗ്രാമിൽ. അപ്പം ചാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റും പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പുള്ളിക്കാരൻ ഒക്കെ ഓക്കെ ആയി. $50 വർക്ക്, അത് സോഷ്യൽ മീഡിയ ഡിസൈൻ ചെയ്യുക. $50 ഫസ്റ്റത്തെ ഡോളറായിരുന്നു അത്. അപ്പം ആൾ പേപ്പാൽ ചോദിക്കുക, പേപ്പാൽ എന്താന്ന് പോലും എനിക്കറിയില്ല, മണി ട്രാൻസാക്ഷൻ എന്നറിയാം. അപ്പോൾ ഇത് രാത്രിയല്ല, ആരെയും വിളിക്കാനും പറ്റില്ല. അങ്ങനെ ഞാൻ നോർത്തിലെ ഈ ഓൺലൈൻ കണക്ഷൻ ഉണ്ടല്ലോ, അവിടെ കുറേ ആൾക്കാർക്ക് മെസ്സേജ് അയച്ചു, റിപ്ലൈ ഒന്നുമില്ല. അങ്ങനെ ഒരാൾ അമിത് പാണ്ഡെ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, സ്റ്റിൽ എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളിനെ വിശ്വസിച്ചിട്ട് എനിക്കറിയില്ല, ജസ്റ്റ് ഓൺലൈൻ ടെക്സ്റ്റ് ചെയ്ത് ഇതേ ഉള്ളൂ, ആളുടെ അടുത്ത് മാത്രം പേപ്പാലുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് ആളെ മാത്രമേ കിട്ടുള്ളൂ ആ സമയത്ത്. അങ്ങനെ എന്ത് ചെയ്തു, ആളെ പേപ്പാൽ കൊടുത്തു. എനിക്കാണ് രാത്രി പേടി, പുള്ളിക്കാരൻ ഇനി സ്കാം ചെയ്യോ, കാരണം പുള്ളി ഇതുവരെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് നമ്മൾ, പണ്ടോട്ട് കണക്ഷൻ. പക്ഷെ ഫസ്റ്റ് ടൈം നമ്മൾ ഇന്ററാക്ട് നോക്കി ഉണ്ടാവില്ല നാച്ചുറലി. അങ്ങനെ പിറ്റേ ദിവസം പുള്ളിക്കാരൻ എനിക്ക് ക്യാഷ് അയച്ചു തന്നു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം എനിക്ക് മനസ്സിലാക്കി ഇങ്ങനത്തെ ഒരു ഇത് ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. പക്ഷെ ആ ക്ലയൻറ്റിൻ്റെ അടുത്ത് എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം പുള്ളിയുടെ അടുത്ത് ആദ്യം പറഞ്ഞിരുന്നു ഞാൻ, എൻ്റെ അടുത്ത് ലാപ്ടോപ്പ് ഒന്നുമില്ല, അപ്പോൾ ഫോൺ വെച്ചിട്ടാണ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, അത് ഞാനതൊന്നും നോക്കില്ല, ഈ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്തു. പക്ഷെ എന്തൊക്കെയോ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ കൊണ്ട് അങ്ങനെ നടന്നു. പിന്നെ പുള്ളിയുടെ വേറൊരു വോക്കും തന്നു, അത് $80 അങ്ങനെ എന്തോ ആണ്. അപ്പം അപ്പോഴാണ് അപ്പം ഉമ്മക്ക് മനസ്സിലായി വീട്ടിൽ എന്തൊക്കെയോ ചെയ്യാനുണ്ട്. അപ്പം ലാപ്ടോപ്പ് മേടിച്ചു കൊടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ്. അല്ലെങ്കിൽ ഗെയിം കളിക്കാനാണ്, മൂവീസ് ആണെന്ന് പറഞ്ഞിട്ട് തരില്ല. അപ്പം മനസ്സിലായി. അപ്പോൾ ലാപ്ടോപ്പ് മേടിച്ചു തരാമെന്ന് പറഞ്ഞ് ഉമ്മ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് ഇടാൻ പറഞ്ഞു, കുറച്ച് ഏൺ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം എനിക്ക് ആദ്യം കിട്ടിയ ക്യാഷൊക്കെ ഞാൻ സ്പെൻഡ് ചെയ്ത് കളഞ്ഞിരിക്കും. അപ്പോഴാണ് ഈ രണ്ടാമത്തെ ക്ലയൻറ്റ് വേറെ വർക്കിന് ക്യാഷ് തരാൻ പോകണേ ഉള്ളൂ. ഞാൻ ഓപ്പണായിട്ട് ചോദിച്ചു, എനിക്ക് ലാപ്ടോപ്പ് മേടിക്കാൻ പോവാണ്, ക്യാഷ് ഇട്ടൊരു ചോദിച്ചു. പുള്ളി ആ ക്യാഷ് ഇട്ടു. അതൊക്കെ ആഡ് ചെയ്തിട്ടാണ് ലാപ്ടോപ്പ് മേടിച്ചത്. പിന്നെ എനിക്ക് മനസ്സിലായി ഫ്രീലാൻസിങ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ മെല്ലെ മെല്ലെ ക്ലയൻസിനെ അങ്ങോട്ട് പിച്ച് ചെയ്യാൻ തുടങ്ങി. അതായത് ക്ലയൻസിന് DMs റൈറ്റ് ചെയ്യുക, ഇമെയിൽസ് റൈറ്റ് ചെയ്യുക. ഇനി കുറേ ഇന്റർനാഷണലി വർക്ക് ചെയ്തിട്ടുണ്ട് ക്ലയൻസുമായിട്ട്, പുറത്തുള്ള. ഇവിടെ റയർലി ആണ് ആദ്യം വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് അങ്ങോട്ട് മെസ്സേജ് അയക്കും, റിപ്ലൈ കിട്ടില്ല എന്നറിയില്ല. അപ്പോൾ ഒരു 50 മെസ്സേജ് ഉണ്ട്, 2 റിപ്ലൈ കിട്ടുള്ളൂ, അങ്ങനെയാണ്. അപ്പം അങ്ങനെ മെസ്സേജ് അയക്കുക, റിപ്ലൈ കൊടുക്കുക, പ്രോപ്പർലി അവരുടെ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറയുക. എന്നിട്ട് സൂം മീറ്റിംഗ് സെറ്റ് ചെയ്യുക, അവിടെ പ്രോസസ്സ് പറയുക, എന്നിട്ട് സെല് ചെയ്യുക. അപ്പം $50, $100, പിന്നെ $200, $250, $500, $1000, അങ്ങനെ ആയി. റൈറ്റ്, ഇങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ സ്റ്റുഡൻസ് അടുത്ത് പറയുമ്പോൾ അവർ വിചാരിക്കണ ഫെയിലർ ഒന്നും ഇല്ല എന്നാണ്. എൻ്റെ ഫസ്റ്റത്തെ കുറേ ക്ലയൻസ് ഒക്കെ മൊത്തം കുറേയൊക്കെ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. പക്ഷെ അതങ്ങനെയാണ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ, വേറൊരു മെത്തേഡും ഇല്ല. പിന്നെ അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത്. റൈറ്റ്, പിന്നെയാണ് നമുക്ക് നേക്ക് കിട്ടുക. അതായത് ഞാൻ തന്നെ DM ചെയ്യും, ഞാൻ തന്നെ മെസ്സേജ് അയക്കണം, ഞാൻ തന്നെ അപ്പോയിൻമെന്റ് സെറ്റ് ചെയ്യണം, ഞാൻ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവർ നമ്മളുമായിട്ട് വർക്ക് ചെയ്യാൻ റെഡി ആവുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ കോൺഫിഡൻസ് കൂടാം. ഇപ്പോൾ ഫിയാസ് പറഞ്ഞാൽ മെസ്സേജ് അയച്ചിട്ട് നമ്മൾ അത്രയും ഡൗൺ ആയി നിൽക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടാം. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് കുറേ എക്സ്പീരിയൻസ് കിട്ടും. നമ്മൾ കുറേ പൊട്ടത്തരം ചെയ്യും. ഞാൻ ചില മീറ്റിംഗ്സിലൊക്കെ കുറേ പൊട്ടത്തരം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഒരു 5 മീറ്റിംഗ്സ് മുമ്പ് അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഞാൻ എൻ്റെ 1ാമത്തെ മീറ്റിംഗ് ചെയ്ത പോലെയല്ല എൻ്റെ 50ാമത്തെ മീറ്റിംഗ് ചെയ്യാം. കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവും. ഞാൻ ഒരു തവണ എനിക്ക് പ്ലേസ് ഓർമ്മയില്ല, ക്ലയൻറ്റ് UK ക്ലയൻ്റാന്ന് തോന്നുന്നു. ആളാദ്യം ഞാൻ പിച്ച് ചെയ്തു, വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞു, ഒരു മീറ്റിംഗ് ഇരുന്നു. പിന്നെ ആൾക്കാർ അഡ്രസ്സ് ഇല്ല. അപ്പം ഞാൻ പിന്നെ ഭയങ്കര ഡെസ്പായി. ഞാൻ കുറേ ഫോളോ അപ്പ് എടുക്കുന്ന, റിപ്ലൈ ഇല്ല. പിന്നെ പെട്ടെന്ന് വെച്ച് ഒരു മീറ്റിംഗ് കൂടി പെട്ടെന്ന് ഒരു ദിവസം ഇരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. മീറ്റിംഗ് ഇരുന്നു. അപ്പോൾ വർക്ക് ഓണായിട്ട് എനിക്ക് തോന്നുന്നു, എനിക്ക് എത്ര അറിയില്ല, £300 £200 അങ്ങനെ അയച്ചു തന്നിട്ടുണ്ട്. അതെനിക്കിവിടെ റിഫ്ലക്റ്റായി. വർക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കുറേ ഇഷ്യൂസും ഞാൻ ഒരു മിസ്റ്റേക്ക് ചെയ്തുകൊണ്ട് എൻ്റയർ ഫണ്ട് എനിക്ക് തിരിച്ചയക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. മനസ്സിലായില്ല, എൻ്റയർ ഫണ്ട് തിരിച്ചയക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. അങ്ങനത്തെ കുറേ ഇതുണ്ട്. പക്ഷെ അതൊക്കെ ചെയ്താലേ നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ. അപ്പം ആ സമയത്ത് എനിക്ക് മെൻറ്റർഷിപ്പ് ഉണ്ടെങ്കിൽ ഇത് ഇഷ്യൂ ഉണ്ടാവില്ലായിരുന്നു. അപ്പം അങ്ങനെ ഫ്രീലാൻസിങ് സർവീസ് സെല് ചെയ്ത് മെല്ലെ പിന്നെയാണ് ഞാൻ ഒരു ടീമിൽ വർക്ക് ചെയ്യണത്. നമ്മുടെ ഡൽഹി ബേസ്ഡ് ഒരു ടീമുണ്ട്. അതിൽ സൊമാറ്റോ, എക്സൊമാറ്റോ, അസെഞ്ചറിലൊക്കെ വർക്ക് ഡിസൈനേഴ്സ് ഉണ്ടായിരുന്നു.
അപ്പം അവരുടെയും കുറച്ചാൽ ഒരു 3 to 4 month ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പം അത് ഞങ്ങൾക്ക് കുറേ ഗ്രോത്തിൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ കുറേ പിച്ച് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അങ്ങോട്ട് പോയി പിച്ച് ചെയ്തിട്ട് നമ്മൾ വർക്ക് അക്വയർ ചെയ്യുമ്പോൾ കിട്ടുന്ന കോൺഫിഡൻസ് എനിക്കൊന്നും ഒന്നിനും തരാൻ പറ്റില്ല. പക്ഷെ അത് ഫസ്റ്റ് ഒരിക്കലും നടക്കില്ല. ഇങ്ങനെ കുറേ നമ്മൾ പൊട്ടത്തരം ചെയ്ത് നമുക്കത് മനസ്സിലാവുള്ളൂ. അങ്ങനെയാണ് ലൈക്ക് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, ഇങ്ങനത്തെ പരിപാടിയൊക്കെ. അപ്പം ആ ഒരു വിസിബിലിറ്റി കിട്ടും, പിന്നെ കോൺഫിഡൻസ് കൂടും അതൊക്കെ ചെയ്തിട്ട്. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനത്തെ ഒരു ഇൻഡസ്ട്രി ഉണ്ട് ഇവിടെ, പിടിച്ച് ലൈക്ക് കുറച്ച് കാലം കൂടെ നിന്നാൽ ലൈക്ക് എനിക്ക് സോർട്ട് ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് വന്നു. അപ്പം അങ്ങനെ ഞാൻ കോളേജിൽ പോകുന്നില്ല തീരുമാനിച്ചു. ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു കോളേജിലൊക്കെ, പക്ഷെ അതൊക്കെ ഒഴിവാക്കി. അങ്ങനെ ഉറപ്പിച്ച് ഞാൻ കോളേജിൽ പോകുന്നില്ല എന്ന്. പിന്നെ ഞാൻ കുറേ ഫ്രീലാൻസ് ചെയ്തു, ലൈക്ക് പേഴ്സണൽ ബ്രാൻഡിങ് കൺസിസ്റ്റൻ്റ് ആക്കി, കുറച്ച് കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ നോക്കി. അതിൻ്റെ ഇടയിൽ നമ്മൾ ഫ്രോക്ക് സ്കൂൾ ബിൽഡ് ചെയ്തു. ഫ്രോക്ക് സ്കൂൾ ബിൽഡ് ചെയ്യാൻ മെയിൻ റീസൺ ഇപ്പം എനിക്ക് മിസ് ഔട്ടായ മെൻറ്റർഷിപ്പ് സ്റ്റുഡൻസ് നമുക്ക് അറിയാവുന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്യുക, ആ ഒരു അപ്രോച്ചിലാണ്. അപ്പം ഇതാണ്, മെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു ഒന്നുകൂടി കറക്റ്റ് മനസ്സിലാവും, ഇന്ന മിസ്റ്റേക്ക് വരുത്തരുത്, അത് ഇതൊക്കെ റൈറ്റ്. പിന്നെ എന്താ വെച്ചാൽ ഈ ഫിയാസ് പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മൾ ആദ്യം ഒരു കോഴ്സ് എടുക്കും, അത് വർക്കായാൽ അടുത്ത കോഴ്സ് എടുക്കാൻ നോക്കുക, എങ്ങനെയൊക്കെ ഫാമിലി സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ സ്റ്റിൽ എങ്ങനെയെങ്കിലും എടുക്കാൻ നോക്കുക. ഇപ്പം ഞാനായാലും ഞാൻ ഫസ്റ്റ് കോഡിങ് നോക്കി, എനിക്കത് വർക്കൗട്ട് ആവില്ലെന്ന് തോന്നി, ഞാൻ ഡൈവേർട്ടായി. പിന്നെ ഗ്രാഫിക് ഡിസൈനായി, പിന്നെ UX UI ആയി. അപ്പം ഇങ്ങനെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് വേണം നമുക്ക് കാണാം, ഒരു അഡാപ്റ്റ് ചെയ്യാനുള്ള അതും കൂടെ നമ്മളെ സ്റ്റുഡൻസിന് അവർ മസ്റ്റായിട്ട് ലൈഫിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. സോ ഗൈസ്, ഒന്നുകൂടെ റൗണ്ട് അപ്പ് ചെയ്തിട്ട് പറയാം. സ്കില്ല് പ്രോപ്പർലി പഠിക്കുക, ഇൻഡെപ്തായിട്ട് പഠിക്കുക, മടിച്ചിരിക്കാണ്ടിരിക്കുക, അങ്ങോട്ടോട്ട് ഫസ്റ്റ് ഹലോ പറയുക, സോഫ്റ്റ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷന്, പ്രസൻറ്റേഷന്, ഇതൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. ലൈക്ക് അഗൈൻ പേടി, ഉള്ളിൽ ആ വിയർനെസ്, ക്രിഞ്ച്, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ സ്റ്റിൽ നിങ്ങളിപ്പം ലൈക്ക് ആരൊക്കെ ലുക്കപ്പ് ചെയ്യുന്നുണ്ട് അവരൊക്കെ ഈ സിറ്റുവേഷനിൽ വന്നതാണ്. സോ ഇതൊക്കെ മാക്സിമം ചെയ്യാൻ നോക്കുക. പിന്നെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത്രേ ഉള്ളൂ ഈ പോഡ്കാസ്റ്റ് എപ്പിസോഡിൽ. നമ്മൾ ഫസ്റ്റ് ഒഫീഷ്യൽ പോഡ്കാസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പൊട്ടൻഷ്യൽ പോഡ്കാസ്റ്റ് ടോപ്പിക് ഐഡിയാസ് ഉണ്ട്, കമൻറ്റ് ചെയ്യുക. നമ്മൾ സോർട്ട് ചെയ്തിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ട് നെക്സ്റ്റ് പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്യാം. ആൻഡ് സൂൺ അടുത്ത പോഡ്കാസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മേക്ക് ഷുവർ ദാറ്റ് യു ഗൈസ് സപ്പോർട്ട്, ഹിറ്റ് സബ്സ്ക്രൈബ് ബട്ടൺ, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.